എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. അത്ര പ്രധാനപ്പെട്ട ഒരു അതിഥിയാണ് ഇന്ന് നമ്മളുടെ സീറ്റിൽ നമ്മുടെ കൂടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് വന്നിരിക്കുന്നത്. പ്രവാസി മലയാളികൾക്കിടയിൽ ഒരു മുഖവരിയുടെയും ആവശ്യമില്ലാത്ത ശ്രീ മുരളി മംഗലത്ത് പ്രാസംഗികനാണ്, അധ്യാപകനാണ്, 40 വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്ന ആളാണ്. പ്രവാസി മലയാളികളുടെ പ്രിയപ്പെട്ട മുരളി മാഷിന് സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. സർ, സ്വാഗതം. ഏകദേശം 40 വർഷത്തിനടുത്തെത്തിയിരിക്കുന്നു പ്രവാസ ജീവിതത്തിലേക്ക് കടന്നിട്ട്. ഈ പ്രവാസ ജീവിതത്തിലേക്ക് കടക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു ഒന്ന് വിശദീകരിക്കാമോ സർ? ഇപ്പൊ പണ്ടൊക്കെ നാട്ടില് പഠിപ്പൊക്കെ കഴിഞ്ഞ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു രീതി എന്ന് പറയുന്നത് പാരലൽ കോളേജിലോ ട്യൂട്ടോറിയലിലോ ഒക്കെ പഠിപ്പിക്കും. കോളേജിലും സ്കൂളൊക്കെ ഒന്ന് കിട്ടണമെങ്കിൽ പൈസ കൊടുക്കണം. പൈസ കൊടുക്കാതെ ഇപ്പൊ PSC നമുക്കറിയാം, അതൊന്നും കിട്ടുന്ന കേസുകളല്ല. സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ വല്ല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൊക്കെ രജിസ്റ്റർ ചെയ്ത് വല്ല ക്ലർക്കൊക്കെ ആയി എവിടെയെങ്കിലൊക്കെ കയറാം. പക്ഷേ അതുകൊണ്ടൊന്നും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ വരുമ്പോഴാണ് ഈ ടീച്ചിങ് തന്നെ വേണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് പൈസ കിട്ടില്ലെങ്കിലും പാരലലും ഒക്കെ പോകുന്നത്. പക്ഷേ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖമുള്ള കേസല്ല. കാരണം ഈ പാരലൽ കോളേജുകളുടെയൊക്കെ ഉള്ളൊരു വലിയ കുഴപ്പം വളരെ തുച്ഛമായ പൈസയാണ് അവർ തരിക. ഈ പൈസ എന്ന് പറയുന്നത് ഇപ്പൊ ബസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി അല്ലെങ്കിൽ 2 ചായ കുടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോഴേക്കും ആ പൈസയൊക്കെ തീരും. അപ്പൊ അവർക്ക് തോന്നി ഇത് നല്ലതല്ല. അപ്പൊ അതുകൊണ്ട് ഗൾഫ് എന്ന് പറഞ്ഞത് അന്ന് ഇങ്ങനെ തുടങ്ങി കുറച്ചൊക്കെ ഒന്ന് ഇതായി വരുന്ന സമയമാണ്. അപ്പൊ ഇവൻ ചിലപ്പോൾ ഒരു പക്ഷേ ഗൾഫിലൊക്കെ പോയാൽ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന ഒരു വിചാരത്തിലാണ് എന്നെ ഗൾഫിലേക്ക് അയക്കുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ വീട്ടുകാരൊരു തീരുമാനമായിരുന്നു? അല്ല, എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വലിയ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു കേരളവർമ്മ കോളേജിലെ അധ്യാപകനായിട്ട് വരികയെന്ന്. പക്ഷേ നടന്നില്ല. കാരണം നമ്മുടെ നാട്ടില് ഈ ആലപ്പുഴ SD കോളേജിൽ ഞാൻ ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ട്. അന്ന് VS ശർമ്മയായിരുന്നു മറ്റേ തുള്ളലിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ളത്. ഇന്റർവ്യൂ അതൊക്കെ രസമായിരുന്നു. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമുക്കറിയാം അവസാനം ഈ പൈസ ഇല്ലാതെ നമുക്ക് കയറാൻ പറ്റും. കേരളോർമയിലും അതേ പ്രശ്നം വന്നു. അപ്പൊ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അന്ന് അവിടുത്തെ ഒരു പ്രശസ്തമായ ജ്വല്ലറിയുടെ ഉടമസ്ഥന്റെ മകൾ സ്വാഭാവികമായിട്ടും പൈസ കൊടുക്കാൻ തയ്യാറായപ്പോ അന്ന് വളരെ കുറച്ച് പൈസ മതി, 1.5 ലക്ഷമൊക്കെ മതി. പക്ഷെ അന്ന് എനിക്ക് പറ്റുമായിരുന്നില്ല. അപ്പൊ അതൊരു വലിയ സങ്കടമായിരുന്നു ശരിക്കും. അപ്പോ അതുകൊണ്ടാണ് ഞാൻ പിന്നീട് അവിടെയും ടീച്ചിങ് ആണ് ഇവിടെയും ടീച്ചിങ് ആണ്. ഞാൻ തുടങ്ങിയത് തന്നെ ഡിഗ്രി ക്ലാസ്സിലാണ്. മറ്റേ മലയാളം ഈ ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് എടുത്തുകൊണ്ടാണ് ഞാൻ ക്ലാസ് തന്നെ തുടങ്ങുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ അങ്ങനെ അങ്ങോട്ട് പോയി നടന്നില്ല. അത് സ്കൂളുകളിലും കിട്ടാൻ അന്ന് വിഷമമായിരുന്നു അതൊക്കെ. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ഇവിടെയും വരുമ്പോ എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇവിടെ മലയാളം ഉണ്ട്, മലയാള സ്കൂളുകളുണ്ട്. സ്വാഭാവികമായി ഉദ്ദേശിക്കുന്നത് മലയാളം മീഡിയം അല്ല, ഇംഗ്ലീഷ് മീഡിയം, പക്ഷെ മലയാളം സബ്ജക്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് ടീച്ചിങ്ങിനെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷ മനസ്സിലുണ്ടായിരുന്നു. അതായത് ഈ 40 വർഷം മുമ്പ് ഇവിടെ വരുന്ന സാഹചര്യം ഇപ്പോഴത്തെ ഒരു ഗൾഫ് അല്ല, അന്നത്തെ ഒരു ഗൾഫ് എന്ന് പറഞ്ഞത്. ഇപ്പൊ മാഷിന്റെ കൺമുന്നിലൂടെ ആയിരിക്കുമല്ലോ ഈ ഗൾഫിന്റെ ഒരു വളർച്ച സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എങ്ങനെ ഓർത്തെടുക്കാൻ പറ്റും ആ ഒരു കാലഘട്ടം? ഞാൻ എപ്പോഴും ഓർക്കാറുള്ള ഒരു കാര്യം, പണ്ട് ഞാൻ നൈഫ് റോഡിലാണ് താമസിക്കുന്നത്. അപ്പോ സോനാപൂര് എന്ന് പറയുന്നത് അന്നും ഈ കുറേശ്ശൊക്കെ ഇങ്ങനെ ഇതായി വരുന്ന സ്ഥലമാണ്. നമ്മുടെ ഗിസൈസ് വരെ അന്ന് ഏകദേശം വളർന്നിട്ടുള്ളൂ ശരിക്കും. ഗിസൈസിന്റെ അപ്പുറത്തുള്ള ആ റോഡ് ഉണ്ടല്ലോ ശരിക്കും, നമ്മുടെ ഡമാസ്കസ് റോഡ്, അതേപോലെ വേറൊരു റോഡും കൂടി. ഇതൊന്നും അന്ന് ആയിട്ടില്ല ശരിക്കും. ഇപ്പൊ ഗ്രാൻഡ് ഹോട്ടലൊക്കെ നിൽക്കുന്ന ആ റോഡൊന്നും അന്ന് വളർന്നിട്ടില്ല ശരിക്കും. അവിടെ പണി നടക്കുകയാണ്. അതാ രസം വെച്ചാല് ഷോപ്പുകൾ വരുന്നു, ഷോപ്പുകളുടെ ഉദ്ഘാടനങ്ങൾ വരുന്നു, ഫ്ളാറ്റുകൾ വരുന്നു. അന്ന് ഗവൺമെന്റ് ഫ്ളാറ്റുകൾ വരുന്നുണ്ട്. അന്ന് ഇന്നത്തെ മാതിരി ഒന്നും പൈസ ഇല്ല കേട്ടോ, മറക്കരുത്. 7,000 രൂപ 8,000 രൂപ 10,000 രൂപയൊക്കെ ഉള്ള ഒരു സമയം. ഇവിടുന്ന് ഒരു 13ാം നമ്പർ ബസ്സാണ് അന്ന് പോയിക്കൊണ്ടിരുന്നത്. അതും ഗിസൈസ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഒന്നുമില്ല, മരുഭൂമി പോലെയാണ് ശരി. അപ്പോ അവിടെ നിന്ന് ഇന്ന് നമ്മൾ എങ്ങനെയാണ്, ഇന്ന് നമുക്ക് ഈ ഗ്രീൻ ലൈൻ വന്നു, റെഡ് ലൈൻ വന്നു, ഇതാ ബ്ലൂ ലൈനിന്റെ പണി നടക്കും. എന്തൊരു മാറ്റാണ് ശരിക്കും നടന്നിട്ടുള്ളത്. കാരണം ദുബായ് തന്നെ വളർന്ന്, ദുബായ് മാത്രമല്ല ശരിക്കും ഓരോ മറ്റേ എമിറേറ്റുകളും വളർന്നിട്ടുണ്ട്. അതിൽ ദുബായിയുടെ വളർച്ച എന്ന് പറയുന്നത് വല്ലാത്തൊരു വളർച്ചയാണ് ശരിക്കും. കാരണം അന്ന് നമ്മളൊക്കെ അവിടെ താമസിക്കുമ്പോൾ നമ്മുടെ ഈ ഫ്രിഡ്ജ് മുറാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അന്നൊക്കെ നമ്മൾ ഉള്ളത് ശരിക്കും. അത് ശരിക്കും പറഞ്ഞാല് ഒരു ഭാഗം
കംപ്ലീറ്റ് ഈ പാവപ്പെട്ട ആൾക്കാര്, ദരിദ്രരൊക്കെ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ജീവിതമാണ്. ഇത് മാത്രവുമല്ല, അന്ന് അവിടെ ഒരു ചെട്ടിയാരി മെസ്സുണ്ട്, സൺറൈസ് സൂപ്പർ മാർക്കറ്റും ഉണ്ട്. അതിപ്പോ സൺറൈസ് ഒക്കെ പൂട്ടിയിട്ടൊക്കെ ഒന്നുമില്ല. ചെട്ടിയാരി മെസ് എന്ന് പറഞ്ഞാൽ അന്ന് 3 ദിർഹംസ് കൊടുത്താൽ നല്ല ഭക്ഷണം കിട്ടും. വെച്ചാല് നല്ല അവിയല്, നല്ല സാമ്പാറ്, നല്ല ചമ്മന്തി, നല്ല പപ്പടം, ഇതൊക്കെ ആയിട്ട് വളരെ വെജിറ്റബിൾ ആണ് അധികം ഭക്ഷണം കിട്ടുക, നോൺ വെജ് കുറവാണ്. അപ്പൊ അന്ന് ആ ഒരു ജീവിതമാണ്. ഇന്ന് ആ നിലയ്ക്ക് അതല്ല. ഇന്ന് എത്ര റെസ്റ്റോറന്റുകളാണ്, ഇന്ന് എത്ര സൂപ്പർ മാർക്കറ്റുകളാണ്. ഇന്ന് സൂപ്പറും പോയി ഹൈപ്പറായി, അതിന്റെ അപ്പുറത്തേക്ക് വല്ലതും വരുന്നുണ്ടോ നമുക്കറിയില്ല, മാളുകളായി അല്ലേ. എത്രയ്ക്ക് വലിയ വളർച്ചയാണ് ശരിക്കും സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അന്നത്തെ നമ്മൾ ഒതുങ്ങിയ ജീവിതമായിരുന്നു ശരിക്കും. അപ്പൊ അന്ന് ഞാൻ നൈഫിലോട്ട് താമസിക്കുമ്പോഴാണ്, അവിടെ തൊട്ടടുത്താണ് അന്ന് ദല എന്ന് പറഞ്ഞ സംഘടന. ഇന്ന് 2 സംഘടനയാണുള്ളത്. ഒന്ന് കൈരളി കലാകേന്ദ്രം, കൈരളി സംഘടനയാണ് ഞാൻ പറഞ്ഞിട്ട്, മറ്റേ ആശാശരത്തിന്റെ സ്കൂളല്ല പറയുന്നത്. കൈരളി കലാകേന്ദ്രം അവരാണ് ശരിക്കും ആദ്യം തുടങ്ങിയിട്ടുള്ള ഇവിടുത്തെ പഴയ ഇത്. അത് കഴിഞ്ഞ് അതോടൊപ്പം തന്നെയാണ് ദലയും വരുന്നത്. അന്ന് സ്കൂളുകളെ കേന്ദ്രീകരിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു, മറ്റേ യൂത്ത് ഫെസ്റ്റിവലുകൾ നടത്തുന്നു. അപ്പൊ അതൊക്കെ പോയി ശരിക്കും. ഇന്ന് ഈ സംഘടനകൾ മാത്രമാണ്, ഇവരല്ല, വ്യക്തികൾ നടത്തുന്ന സംഘടനകളാണ് പലപ്പോഴും ഇന്ന് കോമ്പറ്റീഷൻസ് ഒക്കെ നടത്തുന്നത്. പക്ഷെ അന്ന് ഇവരുടെ യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ തന്നെ, ഇപ്പൊ നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ അന്ന് NI മോഡലിൽ നിന്നൊക്കെ അന്ന് കൊണ്ടുപോകാറുണ്ട് ആൾക്കാര്. അപ്പോ ആ ദല ഞാൻ താമസിച്ചിരുന്ന മറ്റേ ഇതിന്റെ നൈഫ് റോഡിന്റെ തൊട്ടടുത്തായിരുന്നു. അപ്പൊ അവിടെ ചെന്ന് പെടാൻ, നമ്മൾ പറയില്ലേ, സാഹിത്യത്തിന്റെ, കലയുടെ, സംസ്കാരത്തിന്റെ ഒരു മടയിൽ ചെന്ന് പെടാൻ ഒരു അവസരം കിട്ടി. അതൊരു ഒരേ സമയം അധ്യാപനത്തെയും അതോടൊപ്പം തന്നെ കലയുടെയും ഒരു 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 കേന്ദ്രമായിട്ട് അന്ന് വളരാൻ എനിക്ക് സൗകര്യം ചെയ്തു. അതുകൊണ്ടാണ് ഇന്ന് വൈകുന്നേരം ഓർമ്മയുടെ പരിപാടി ഉണ്ട്. അപ്പൊ അതിൽ ചെല്ലുമ്പോ MT അനുസ്മരണമായിട്ടാണ് എന്റെ യാത്രയയപ്പും കൂടി ചെയ്തിട്ടുള്ളത്. എനിക്കത് പറയുമ്പോഴുള്ള ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് ഒരു സ്റ്റേജിൽ കുമാരനാശാനെ കുറിച്ചുള്ള ഒരു നീണ്ട പഠനം അവതരിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ദലയുടെ സ്റ്റേജിൽ കയറുന്നത്. വെച്ചാൽ കുമാരനാശാന്റെ പരിപൂർണ കൃതികൾ അതിനെ ബേസ് ചെയ്തിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂർ, ചിലപ്പോൾ അവർ ബോറടിച്ചിട്ടുണ്ടാവാം, പക്ഷെ ഇരുന്ന് പഠിച്ച് അവരുടെ ഒരു സ്റ്റേജിൽ ആദ്യമായിട്ട് ചെയ്തു. അപ്പൊ ഈ ഓർമ്മയുടെ പരിപാടിക്ക് വിളിച്ചപ്പോൾ ഞാൻ എടുത്ത വഴിക്ക് പറഞ്ഞതാണ്, അന്ന് കുമാരനാശാനെ കുറിച്ചുള്ള ഒരു വലിയ പ്രഭാഷണത്തിലൂടെ നിങ്ങളുടെ സ്റ്റേജിൽ കയറിയ എനിക്ക് ഇപ്പൊ തിരിച്ചു പോകുമ്പോൾ അത് MT വാസുദേവൻ നായരുടെ ഒരു പരിപാടിയാവുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പൊ ഇത് ജീവിതത്തിൽ അന്ന് നിന്ന് ഇന്നേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ മേഖലയിലും ഇവിടെ വളർച്ച നടക്കുന്നു. ആ വളർച്ചയ്ക്കൊപ്പം സഞ്ചരിക്കാനും പറ്റിയിട്ടുണ്ട്. അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഇപ്പം 40 വർഷമായിട്ട് മാഷ് അധ്യാപന രംഗത്താണ്. അതും മാതൃഭാഷ നമ്മുടെ മലയാളം. അപ്പൊ ആ മലയാളത്തിന്റെ മാധുര്യവും ആ ഒരു നന്മയും ഒക്കെ പ്രചരിപ്പിക്കാനായിട്ട് മാഷ് ഈ 40 വർഷമായിട്ട് ഇവിടെ അതിനു വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് വേണമെങ്കിൽ തന്നെ പറയാൻ പറ്റും. മാതൃഭാഷയോട് ഇത്രയധികം ഒരു ഇഷ്ടം തോന്നാൻ, ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും മാതൃഭാഷ ഇഷ്ടമാണെങ്കിൽ പോലും ഇത്ര ഒരു ഡെഡിക്കേഷനോട് കൂടി അതിനുവേണ്ടി പ്രവർത്തിക്കാൻ മാഷിനെ പ്രേരിപ്പിച്ച ആ ഒരു ഘടകം എന്താണ്? അല്ല, ഇത് നമ്മളൊക്കെ ചെറുപ്പത്തില് പലപ്പോഴും നമുക്കൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ചില ടീച്ചേഴ്സ്, നമ്മുടെ പരിചയത്തിൽ വരുന്ന ചില വ്യക്തികൾ, ഇവരൊക്കെ ഒരു ഭാഷയുടെ ചില സ്പാർക്കുകൾ നമ്മുടെ ഉള്ളിലിട്ടു. എനിക്കറിയാം, എന്നെ ചെറുപ്പത്തിൽ പഠിപ്പിച്ചിട്ടുള്ള 4ാം ക്ലാസ് വരെയുള്ള സെന്റ് സെബാസ്റ്റ്യൻ LP സ്കൂളുണ്ട് വലപ്പാട്. ഞാൻ വലപ്പാടാണ് ജനിച്ചതും പഠിച്ചതും ഒക്കെ. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ചില ടീച്ചേഴ്സ്, അവർ ചൊല്ലിത്തരുന്ന ചില കവിതകൾ, ഇത് കഴിഞ്ഞിട്ട് ഹയർ സ്റ്റാൻഡേർഡിൽ എത്തുമ്പോൾ സുഭദ്ര എന്ന് പറയുന്ന ഒരു ടീച്ചറുണ്ട്. അവരെന്നൊക്കെ പറഞ്ഞാല് അവര് നമ്മളെ മലയാളത്തില് ആ എഴുതാനുള്ള ഒരു താല്പര്യം, അതോടൊപ്പം തന്നെ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം, ഒരു ജോർജ് നെല്ലിശ്ശേരി എന്ന് പറയുന്ന ഒരു ട്യൂഷൻ സാറാണ്. ആലോചിച്ച് നോക്കണം, സ്കൂൾ മാത്രമല്ല പുറത്ത് ഈ ട്യൂഷൻ സാറ്, അദ്ദേഹം എഴുത്തുകാരനാണ്, കുറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ഞങ്ങൾക്ക് പുസ്തകങ്ങൾ വായിക്കാൻ തരും നിർബന്ധമായിട്ട്. അതും ട്രാൻസ്ലേഷൻസ് ആണ് മൂപ്പര് കൂടുതൽ വായിക്കാൻ പറയുക. ഇപ്പൊ ഡ്രാക്കുള പോലത്തെ, ഈ ടെയിൽ ഓഫ് 2 സിറ്റീസ് പോലത്തെ, അങ്ങനത്തെയൊക്കെയുള്ള 3 മസ്കറ്റേഴ്സ്, ഇതിന്റെയൊക്കെ വിവർത്തനങ്ങൾ നമുക്ക് തരികയും ഇതൊക്കെ വായിക്കാൻ പ്രേരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് എന്തും തരും, ഈ മത്സരങ്ങൾ, കഥ, കവിത ഒക്കെ കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പൊ അങ്ങനെ 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 ഭാഷയോടുള്ള ഒരു തരം നമ്മൾ പറയില്ലേ, മനസ്സിന്റെ ഒരു ഭാഗമായിട്ട് മാറുകയാണ് ശരിക്കും. പിന്നീട് ഈ ഇതൊന്നും പോരാതെ ഇപ്പൊ സുഗതകുമാരിയുടെ
കവിതകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ക്രൈസ് ആയിരുന്നു ശരിക്കും. അപ്പൊ അന്ന് വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാല്, അന്ന് ഈ ഒഴിവുള്ള ദിവസമാണെങ്കിൽ, സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഞാൻ പലപ്പോഴും ഭക്ഷണമൊന്നും കഴിക്കില്ല. അന്ന് വൈകുന്നേരം വരെ കട്ടൻ ചായയാണ് മെയിൻ ഭക്ഷണം, വേറെ ഒന്നും കഴിക്കില്ല. ഒരു 3 മണിക്കായിട്ട് ഭക്ഷണം കഴിക്കുള്ളൂ. ഇതുവരെയുള്ള സമയങ്ങളിലൊക്കെ ഇരുന്നിട്ട് സുഗതകുമാരിയുടെ കവിതകൾ ഉറക്കിരുന്ന് ഇങ്ങനെ ചൊല്ലും. ഇത് രസമായിരുന്നു എന്നറിയും ശരിക്കും. മെയിനായിട്ട് സുഗതകുമാരിയായിരുന്നു. കാരണം കൃഷ്ണ നീ എന്നറിയില്ല, ഇനി മനസ്സിൽ കവിതയില്ല, അങ്ങനത്തെ ഒക്കെ കവിതകൾ ഉറക്കെ ഇതുണ്ടല്ലോ, ഈ കാളിയമർദ്ദനം വരുന്നുണ്ട്, അത്രയോ മുത്തിച്ചിപ്പിയിരുത്ത കവിതകൾ, അതിനുശേഷം വന്ന കവിതകൾ, ഇതൊക്കെ ഇങ്ങനെ എടുത്ത് ചൊല്ലാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അങ്ങനെ തന്നെ സുഗതകുമാരി മരിച്ചപ്പോ ഒരു നല്ല കവിത എഴുതിയിട്ട് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ശരിക്കും എനിക്ക് വല്ലാതെ എന്താ പറയാ, മനസ്സിൽ നിന്ന് വിട്ടുപോവാത്തൊരു കവിയാണ് ശരിക്കും. അത്രയ്ക്കധികം സഹൃദയരെ, അവരുടെ ഒരു കവിത തന്നെ അങ്ങനെയാണ്, സഹൃദയർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമാന ഹൃദയ നിനക്കായി പാടുന്ന എന്നും പറഞ്ഞിട്ടൊരു കവിത ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഉള്ളില് മലയാളത്തോടുള്ള, ഭാഷയോടുള്ള ഒരു സ്നേഹം, അതോടൊപ്പം തന്നെ ഇതിന്റെ ബേസിക്കലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പിന്നീട് ഞാൻ MA-ക്ക് എത്തിയ സമയത്ത്, ഡിഗ്രിക്കുണ്ട് കേട്ടോ, ഡിഗ്രിക്ക് കൊല്ലത്തുനിന്ന് വന്ന ചെരസം കോളേജാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അന്ന് പ്രയാർ പ്രഭാകരൻ സാർ ഉണ്ടായിരുന്നു, അതേപോലെ വേറെ 1-2 മലയാളം സാറുമാരുണ്ടായിരുന്നു. ഇവരൊക്കെ ഈ ഏതൊക്കെ രീതിയിൽ മലയാളത്തോടുള്ള നമ്മുടെ ഇഷ്ടം, ഈ താല്പര്യം, അതിങ്ങനെ വളർത്താൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് മദ്രാസിലെത്തിയപ്പോ ഇതേപോലെ നമ്മുടെ ഒരു വലിയൊരു മറ്റേ സിംഹത്തിന്റെ മടയിലാ ചെന്ന് പെടുന്നത്. ആ സിംഹം എന്ന് പറയുന്നത് പ്രഭാകര വാര്യരാണ്, KM പ്രഭാകര വാര്യർ. അദ്ദേഹം എന്ന് പറഞ്ഞാല് പൂർവ്വ കേരള ഭാഷ എന്നുള്ളൊരു പുസ്തകം തന്നെയുണ്ട് ശരിക്കും. ഇത് കൂടാതെ ലിംഗ്വിസ്റ്റിക്സിൽ അടിത്തറയുള്ള ഒരു മനുഷ്യനാണ്. മാത്രമല്ല ഞങ്ങൾ തമ്മിൽ നല്ലൊരു എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഒരു സെമിനാർ ഉണ്ട്. ഈ സെമിനാറിലും എനിക്ക് എന്തായാലും ഏറ്റവും ഇഷ്ടമുള്ള കവി കുമാരനാശാനാണ്. സുഗതകുമാരിയുടെ ഞാൻ പറഞ്ഞു ഒരു വശത്ത്, മറുവശത്ത് ക്ലാസിക്കൽ പോയട്രിയിൽ എന്നും ആരാധിക്കുന്ന കവിയാണ് കുമാരനാശാൻ. അപ്പൊ ഈ കുമാരനാശാന്റെ കവിതകളുടെ ഒരു ചർച്ച അന്ന് ചെയ്യേണ്ടി വന്നു. സാർ എന്ത് ചെയ്തു, ആ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ എഴുതി ഒരു ആർട്ടിക്കിളായിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഈ ആ ലേഖനം അന്ന് വിവേകോദയം മാസിക ഉണ്ട്, അറിയാലോ. കുമാരനാശാൻ തുടങ്ങിയിട്ടില്ല, കുമാരനാശാനായിരുന്നു എന്റെ എഡിറ്ററൊക്കെ. പിന്നീട് CR കേശവവൈദ്യരൊക്കെയാണ് അത് നടത്തിയിരുന്നത്. അവർക്ക് അയച്ചു കൊടുത്തിട്ട് ആദ്യമായിട്ട് എനിക്കൊരു 50 രൂപയും കിട്ടി. അപ്പൊ ആ ലാംഗ്വേജിനോടുള്ള ഒരു ബന്ധം ഈ രീതിയിലൊക്കെ ഇങ്ങനെ വളർന്ന് പിന്നെ എനിക്കത് എന്തായിട്ട് മാറി. ഇതോടൊപ്പം തന്നെയാണ് എന്റെ കൂടെ അന്ന് പഠിക്കാൻ വന്നിരുന്നത് VS അനിൽകുമാർ, MN വിജയന്റെ മോനാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നാട്ടിലേക്ക് പോണ സമയത്ത് മദ്രാസിൽ നിന്ന് വിജയമാഷ വീട്ടിൽ പോകും. അത് ധർമ്മടത്താണ്, തലശ്ശേരി. അപ്പൊ അവിടെ ചെന്നിരുന്നു കഴിഞ്ഞാലും, നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിശയിക്കും, ഈ ചുമര് മുഴുവൻ പുസ്തകങ്ങളാണ്. എന്റെ ദൈവമേ, ആ മനുഷ്യന്റെ അടുത്ത് വെറുതെ ഇങ്ങനെ ഇരുന്നാൽ മതി. ഇങ്ങനെ മാഷ് ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ കേട്ടിരുന്നു. ഇതൊക്കെ നമ്മുടെ ഉള്ളില് ഒരു വല്ലാത്ത ഒരു അടുപ്പം നമ്മൾ പറയില്ലേ, ആകർഷണം, ആത്മബന്ധം. തീർച്ചയായിട്ടും ആത്മബന്ധം തന്നെയാണ് ഭാഷയോട്. അത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഈ ദല പോലുള്ള, കൈരളിയിൽ ഇതേപോലെയായിരുന്നു. കൈരളിയിൽ അന്ന് ഞങ്ങള് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കാവ്യസന്ധ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഓരോ പരിപാടി ഉണ്ടാക്കും. അതെന്താ പരിപാടി എന്ന് പറഞ്ഞാൽ, മലയാള ഭാഷയിലെ പ്രശസ്തമായ കവിതകളൊക്കെ കൂട്ടിച്ചേർത്ത് കുട്ടികൾ ഒരു കോറസ് ആയിട്ട് ചൊല്ലുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ ജെന്നി ഫ്ലവേഴ്സിന്റെ ജെന്നിയൊക്കെ ഉണ്ട് ഇവിടെ, അറിയാലോ. ജെന്നിക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങൾ. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് അവർ പറയും, മാഷെ നമുക്കൊരു സ്കിറ്റ് വേണം. അപ്പൊ നമ്മൾ കേരളത്തിലെ ഈ വീരപുരുഷന്മാരെ കുറിച്ച്, കേരളത്തിന്റെ സൗന്ദര്യത്തെ കുറിച്ച്, പ്രകൃതിയെ കുറിച്ച്, സീസണുകളെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഞാൻ പാട്ട് എഴുതി കൊടുക്കും. ഞാൻ അന്ന് ഗിസൈസിലെ താമസിക്കുന്നത്, എമിറേറ്റ്സ് ബിൽഡിങ്ങിലാണ്, നീക്കേട്ടൂര്. അവിടേക്ക് വരും, ജെന്നി അടുത്തിരിക്കും, എന്നിട്ട് ഞങ്ങൾ ഇരുന്ന് എഴുതും. അത് കൊണ്ടുപോയിട്ട് മ്യൂസിക് ചെയ്ത് അത് സ്റ്റേജിൽ ചെയ്യും. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ മലയാളത്തോടുള്ള ബന്ധത്തെ വളർത്താൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പിന്നീട് അതിങ്ങനെ എന്താ പറയാ, വളർന്ന് എഴുതാനുള്ള പ്രേരണകളായി. ഇതേപോലെ എന്റെ ആദ്യത്തെ പുസ്തകം വരുമ്പോഴുണ്ട് ഒരു നീണ്ട കഥ. കാരണം എന്താ വെച്ചാല്, ഞാൻ നിങ്ങളെ കവിതകളൊക്കെ എഴുതുന്ന സമയത്ത് MN കാരശ്ശേരി ഞങ്ങൾ തമ്മിൽ ഭയങ്കര ബന്ധമായിരുന്നു. കാരണം എന്താ വെച്ചാൽ, ഒരിക്കൽ P. കുഞ്ഞിരാമൻ നായരെ കുറിച്ച് കവിയുടെ മാമ്പൂവ് എന്നുള്ള ഒരു ലേഖനം അദ്ദേഹം മാതൃഭൂമിയിൽ എഴുതിയിട്ടുണ്ട്. ഈ ലേഖനം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ശരിക്കും എന്താ പറയുക പിടിച്ചിരുത്തുന്ന ഒരു ലേഖനമാണ്. ഈ ലേഖനം കണ്ടിട്ട് ഞാൻ മറ്റേ കാരശ്ശേരി മാഷ്ക്ക് ഒരു കത്തയക്കുകയാണ്. മൂപ്പരുടെ പിറ്റത്തെ തപാലിൽ അന്ന് മറുപടി വരികയാണ്.
മനോഹരമായി ഉരുട്ടി ഉരുട്ടി എഴുതിയിട്ടുള്ള ഒരു കയ്യക്ഷരത്തില് കത്ത് വന്നു. അത് പിന്നീട് ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കത്തുകളായി, അന്ന് വിളിയൊന്നും പറ്റില്ല. ആ കത്തുകളിലൂടെ അദ്ദേഹത്തിന്റെ കല്യാണത്തിന് വരെ വന്നു. ശരിക്കും മാത്രവുമല്ല, മൂപ്പര് ഒരു പ്രാവശ്യം ഇവിടെ അജ്മാനിൽ വന്ന സമയത്ത് ഇവിടെ വരാറില്ല കേട്ടോ. പണ്ട് ഷാർജയിലൊക്കെ ദുബായിലൊക്കെ വന്ന് എന്നെ വിളിക്കും. ഞാൻ മൂപ്പരുടെ കൂടെ പോവും. ഞങ്ങൾ അധികം താമസിക്കുക അൽഷാബിൽ. അന്ന് മറ്റേ അൽഷാബ് കോളനി ഉണ്ട് അവിടെ. ഫക്രുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ ആയിരുന്നു. വാമുണ്ടല്ലോ മറ്റേ ഗവൺമെന്റിന്റെ ഫോട്ടോസ്. അപ്പോൾ ഷെയ്ഖ് മക്തൂമിന്റെയും ഷെയ്ഖ് റാഷിദിന്റെയും ഒക്കെ ഫോട്ടോസ് എടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ ഈ മനുഷ്യൻ മൂപ്പരുടെ ഭാര്യ കാരശ്ശേരിയുടെ കൂടെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അവിടെ ഞങ്ങൾ രാത്രി മുഴുവൻ എടുത്തിട്ട് വർത്താനാണ്. അതൊരു ഇതായിരുന്നു. അപ്പൊ അങ്ങനെ കാരശ്ശേരി കുറച്ച് നാൾ കഴിഞ്ഞപ്പോ, മുരളി നമുക്കൊരു പുസ്തകം ഇറക്കണം, ഇങ്ങനെ മുരളി വെറുതെ നശിച്ചു പോകരുത് എന്ന് പറഞ്ഞ് ഈ പുസ്തകം റെഡിയാക്കിയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു 15 ദിവസം കൊണ്ട് ഞാൻ എന്റെ പഴയതും പിന്നീട് എഴുതിയതും ഒക്കെ കൂടി ചേർത്തിട്ട് കുറച്ച് കവിതകൾ, 10-15 കവിതകൾ കൊണ്ട് ആരെടുത്ത് കൊടുത്തു? മറ്റേ കാരശ്ശേരിയുടെ അടുത്ത് കൊടുക്കുകയാണ്. കാരശ്ശേരി തന്നെ മൂപ്പര് മുരളി മംഗലത്ത് മുരളി എന്നുള്ള പേര്, അതേപോലെ തന്നെ അതിനൊരു ഉഗ്രൻ അവതാരിക, ഇതൊക്കെ തന്ന് എന്താക്കി. അന്ന് ലിപിയാണ് അത് ഇറക്കിയിട്ടുള്ളത്, അക്ബർ. അന്ന് വളരെ കുറച്ച് പൈസ വരുമല്ലോ ശരിക്കും. അത് അവിടെ പോയിരുന്നിട്ട് ഞാൻ എനിക്ക് പ്രൂഫ് ഭയങ്കര നിർബന്ധമാണ്. കാരണം അക്ഷരത്തെറ്റ് വരാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അത് എവിടെ കണ്ടാലും ഇപ്പൊ നമുക്ക് പ്രിയത്തോടുകൂടി ഒരാൾ എഴുതുന്ന വാക്കായാലും ഞാൻ അതിനെ എന്ത് പറയും, അക്ഷരത്തെറ്റ് കണ്ടാൽ ഞാൻ ചീത്ത പറയും. അത് ഇവിടുത്തെ മീഡിയക്കാർക്കൊക്കെ അറിയാം. അവരൊക്കെ എന്തെങ്കിലും തെറ്റ് വരുത്തുമ്പോൾ ഞാൻ അത് വിളിച്ചു പറയാം, ഇത് ശരിയല്ല, ഇത് ഇങ്ങനെ എഴുതരുത്, പറയരുത് എന്നൊക്കെ ഞാൻ പറയും. ഇപ്പൊ ഈ ആൾക്കാരൊക്കെ ഈ ഫാ പറയും, നോക്കിയിട്ടില്ലേ? ഒരിക്കലും ഫാ പറയാം. എവിടെ ഫാദർ എന്ന വാക്കിന് ഫാ പറയാം. അതേ സമയത്ത് ഫലം എന്ന് പറയുന്നിടത്ത് നമ്മൾ ഫ എന്നേ പറയാൻ പാടുള്ളൂ. ഒരിക്കലും ഫ പറയരുത്. കാരണം എന്താ, നമ്മൾ അക്ഷരം പഠിക്കുമ്പോ പ ഫ ബ ഭ മാന്നാ പറയാ, അല്ലാണ്ട് പാഫ ബാഫ നമ്മൾ പറയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്കത് പറഞ്ഞുകൂടാ? അപ്പൊ പക്ഷേ പിന്നീട് അതിങ്ങനെ മാറ്റി. അത് നമുക്ക് പറ്റിയത് എന്തുകൊണ്ടാന്ന് വെച്ചാല്, ഈ ഫ ഇംഗ്ലീഷിൽ ഒരു ലെറ്റർ വന്ന സമയത്ത് ഇത് എഴുതാൻ നമ്മുടെ ഒരു ലിപി ഇല്ല. അപ്പൊ ഈ ലിപി അങ്ങ് കൊടുത്തു. അപ്പൊ 2 ശബ്ദങ്ങൾ ഒരു ലിപിയിൽ വന്നപ്പോ എന്തായി? കൺഫ്യൂഷൻ. എല്ലാ ആൾക്കാരും മുഴുവനും ഫായായി, ഫലമായി, എല്ലാത്തിനും സാഫല്യമായി, സഫലമായി. അത് സൗന്ദര്യം തന്നെ അതാണ് ആ ലാംഗ്വേജിനോടുള്ള ഈ ഒരു കണിശത ഉണ്ടല്ലോ. ഇതൊക്കെ എന്നെ വളരെ സഹായിച്ചു. അങ്ങനെ കാരശ്ശേരി വന്നിട്ട് ആദ്യത്തെ പുസ്തകം ഇറക്കുന്നു. പിന്നീട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എനിക്ക് ഇറക്കാൻ പറ്റി. പ്രധാനമായിട്ട് ജലത്തിന് പറയാനുണ്ടെന്നുള്ള ഒരു പുസ്തകം വിവർത്തനം ചെയ്യാൻ പറ്റി. പിന്നെ ലൈല മജ്നു എന്ന് പറഞ്ഞ വളരെ ക്ലാസിക്കൽ ആയിട്ടുള്ള നിസാമിയുടെ ഈ സൂഫി ക്ലാസിക് നോവൽ രൂപത്തിൽ എനിക്ക് എഴുതാൻ പറ്റി. പിന്നെ വേൾഡിലെ പോയട്രിയുടെ ഒരു വലിയ കളക്ഷൻ എനിക്ക് ഇറക്കാൻ പറ്റിയിട്ടുണ്ട്. ഷെല്ലി, കീറ്റ്സ്, കാറൽ മാർക്സ്, എംഗൽസ് എല്ലാവരും ഉണ്ട് അതിൽ, APJ അടക്കം. മറ്റേ വേൾഡ് പോയട്രിയുടെ പുഷ്കിൻ ഉണ്ട് അതില്, ഷേക്സ്പിയറിന്റെ ഉണ്ട്. അങ്ങനെ ലോക സാഹിത്യത്തിലെ തന്നെ കവികളുടെ ഒരു വലിയ കളക്ഷൻ കലഹിക്കുന്ന വാക്കുകൾ എന്ന പേരിൽ എനിക്ക് ഇറക്കാൻ പറ്റി. അങ്ങനെ എന്താ പറയാ, ഭാഷയോടുള്ള ഒരു ബന്ധം ഇവിടെ വന്നപ്പോ അത് കുട്ടികളുടെ ഇടയിലും, പിന്നീട് നമുക്കറിയാം വർഷങ്ങൾക്ക് ശേഷം ഈ മലയാളം മിഷൻ വന്ന സമയത്ത് അതിന്റെ തുടക്കകാലത്ത് ഓരോ സ്ഥലത്തും ഞാൻ പോയിട്ട് കവിതകൾ ഇങ്ങനെ പിള്ളേരെ കൊണ്ട് റൈബിങ് ചൊല്ലിച്ച് എന്താ പറയാ രസത്തിൽ അത് ചെല്ലാൻ പറ്റിയിട്ടുണ്ട്. അതിപ്പോഴും അവര് ആ ഓരോ വിശേഷമൊക്കെ ഉണ്ടാവുമ്പോൾ എന്നെ വിളിക്കും. ഇന്നത്തെ ഈ പരിപാടി എന്ന് പറയുന്നത് അവരും കൂടി ചേർന്നിട്ടാണ്, മലയാളം മിഷനും കൂടിയിട്ട്. അപ്പൊ അങ്ങനെ 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 എന്തായി, മലയാളം എന്ന് പറയുന്നത് നമ്മൾ ശ്വസിക്കുന്ന ഒന്നായിട്ട് മാറി. നമ്മൾ ജീവന്റെ ജീവൻ എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ അതങ്ങ് ഇപ്പോ ഞാൻ ജീവിക്കുന്നത് മലയാളത്തിന് വേണ്ടിയിട്ടാണ്. വാക്കുകളിൽ നിന്ന് അത് എത്രത്തോളം ആഴത്തിലത് വേരൂന്നിട്ടുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച അധ്യാപകരുടെ പേരുകൾ പോലും ഭാഷ ഓർത്തിരിക്കുന്നു. അല്ലെ, അവരെത്രത്തോളം ഭാഷയെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ല, ഞാനത് പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചാല്, എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ മര്യാദയ്ക്ക് പഠിക്കാത്തത്, മലയാളം പഠിക്കാത്തത്, കണക്ക് പഠിക്കാത്തത്? ഇതിനൊക്കെ കാരണം ടീച്ചേഴ്സാണ്. കാരണം നിങ്ങളുടെ കുട്ടികളെ അത്ര സ്നേഹത്തോടു കൂടിയിട്ട്, കാരണം പഠിപ്പിക്കുക എന്ന ഒരു പ്രവൃത്തി ഒരിക്കലും ഇഷ്ടമില്ലാത്തവരാണ് കുട്ടികൾ, മറക്കരുത്. നിങ്ങൾ ചെന്നിട്ട് നിങ്ങളെ ആരെങ്കിലും പഠിപ്പിക്കാമെന്നാൽ നിങ്ങൾ സമ്മതിക്കുകയോ? ഇല്ല. അത് കുട്ടികളിൽ വളരെയധികം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരിക്കലും അവർക്ക് പഠിക്കുക എന്നൊരു തോന്നൽ പോലും ഉണ്ടാവരുത്. എന്നാൽ അറിയാതെ അവരുടെ ഉള്ളിലേക്ക് നമ്മൾ കയറുകയും ഇത് സാധിക്കണം. ശരിയാണ്.
ഇപ്പൊ നമ്മളൊക്കെ പഠിക്കുമ്പോഴാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള അധ്യാപകരുടെ വിഷയം വരാൻ നമ്മൾ നോക്കിയിരിക്കുകയാണ്, കാത്തിരിക്കും അവർക്ക് വേണ്ടി. അവരോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണുള്ളത് പഠിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യാറ്. നാടൻ ഭാഷയിൽ പറയില്ല ഭംഗിയാണ്, ഒരിക്കലും ഭംഗി ചെയ്യാത്തത് നമുക്ക് ഇഷ്ടമുള്ള ടീച്ചർമാരാണ്. അവർക്ക് നമുക്ക് പറ്റില്ല, അവർ ഒരുപാട് നമ്മളെ സ്വാധീനിക്കുകയും ചെയ്യില്ല മുന്നോട്ടുള്ള ജീവിതത്തിൽ. സംശയം എന്താ, ആ കുട്ടികളുടെ നമ്മൾ ഈ കൊടുക്കുന്ന പോസിറ്റീവായിട്ടുള്ള ലവിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ സൗന്ദര്യം നിറയുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, ഈ കമ്മ്യൂണിക്കേഷൻ അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. അവർ മൊത്തം പോസിറ്റീവായിട്ട് മാറും. പലപ്പോഴും ഈ ടീച്ചേഴ്സിന്റെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ, ടീച്ചേഴ്സ് മാത്രമല്ല ഞാൻ പറഞ്ഞ കേട്ടോ, ഈ കുട്ടികളുമായിട്ടുള്ള ഇടപെടലുണ്ടല്ലോ, ഈ ഇടപെടലിൽ നിങ്ങൾ പലപ്പോഴും ആധിപത്യത്തിന്റെ, ഈ നമ്മുടെ ഫ്രോയിഡ് പറയുന്ന ഒരു സംഭവമാണ്, കുട്ടികള് സ്വപ്നം കാണുന്നതാണ് പൂച്ചയും എലിയും, പോലീസും കള്ളനും. എന്താ കാരണം എന്ന് പറഞ്ഞാല് അവരെപ്പോഴും കാണുന്നത് എന്താ, ഇപ്പൊ നമ്മളൊരു പരീക്ഷ ഹാളിൽ ചെന്ന് കഴിഞ്ഞാല് ഒരു ടീച്ചർ ആദ്യം തന്നെ എല്ലാവരും ഒരു നോട്ടുണ്ട്. കാരണം അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ, മൊത്തം കോപ്പിടിക്കാരാണ് ഇവിടെ. അതാണ് അതിന്റെ അർത്ഥം. ഈ ഇരിക്കണടാ പറയണ്ട, പക്ഷെ ഓരോരുത്തരും നോക്കുമ്പോൾ അവരുടെ ഉള്ളിൽ എന്ത് വരും, നീ ഇരിക്കാനല്ലേ. എന്നിട്ട് അവരിരുന്നിട്ട് അവൻ എന്ത് പരീക്ഷ എഴുതുന്നു അല്ലെങ്കിൽ അതൊന്നും അല്ല നോക്കുക, നമ്മള് വരില്ല തുണ്ട്. ഇത് കുട്ടികളെ പ്രഷർ ഉണ്ടാക്കും പലപ്പോഴും അല്ലെ, അനാവശ്യമായിട്ട്. അവർക്ക് തന്നെ തോന്നും ഞാൻ വെച്ചിട്ടുണ്ടോ പേപ്പർ, വെക്കാത്തവർക്ക് പോലും അവരുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു വികാരം ഉണ്ടാക്കിച്ചിരിക്കും. അതിന്റെയൊക്കെ പ്രശ്നം എന്താന്ന് വെച്ചാല്, ഒരിക്കലും അധ്യാപനം അതേപോലെ തന്നെ അധ്യയനം എന്നുവെച്ചാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അധ്യയനത്തിൽ ലേണിംഗ് പ്രോസസ്സിൽ ഒരിക്കലും ഒരു പ്രഷർ ഉണ്ടാവരുത്. ഈ പ്രഷർ നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു കുട്ടിയുടെ ജീവിതം എന്ന് പറയുന്നത് ഇതാണ് പലപ്പോഴും നമ്മൾ ചൊട്ടയിലെ ശീലം ചൊടല വരെ എന്ന് പറയും. ഒരു കുട്ടിക്കാലത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റോസലി ടീച്ചർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ജീവനാണ്. അവര് മരിച്ചു, അവര് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. 90 വയസ്സ് വരെ അവര് മരിക്കുന്നത് വരെ ഞാൻ നാട്ടിൽ പോയാൽ അവരുടെ അടുത്ത് പോയി കുറെ നേരം ഇരിക്കും. എന്ത് രസമാണ്, 1 മണിക്കൂറൊക്കെ എന്റെ പുസ്തകങ്ങൾ ഇറങ്ങുമ്പോൾ ഞാൻ അവരുടെ കാൽക്കുല് കൊണ്ടുപോയിട്ട് സമർപ്പിക്കും. കാരണം അവരൊക്കെയാണ് എന്നെ വളർത്തിയിട്ടുള്ളത്. എനിക്കെങ്ങനെയാ മറക്കാൻ പറ്റുക? അത് വളരെ പ്രധാനമാണ്. ഇന്നും എന്റെ കുട്ടികൾ ഇപ്പതാ നാളെ എന്റെ ഞാനിവിടെ വന്ന കാലത്ത് ഒരു ബാച്ചിന്റെ പിള്ളേരുടെ നാളെ ഇതുണ്ട്. കാരണം അവര് യാത്ര ചിലവര് കൂടുതൽ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ഇതേപോലെ എനിക്കുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് നടത്തിയപ്പോ അവര് കേട്ടിരിക്കുകയാണ്. അവരൊക്കെ മക്കളുള്ളവരാണ്. അവരൊക്കെ ഒരു 40+ ആയിട്ടുണ്ട് ഇപ്പോ. പക്ഷേ ഇവരൊക്കെ നമ്മുടെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുമ്പോ പഴയ പോലെ തന്നെ. കാരണം ഇത് ഒരു ടീച്ചർക്ക് ചെയ്യാൻ പറ്റിയാൽ ആ ടീച്ചർ ഇപ്പോ ഓരോ വ്യക്തികളെയും സ്വാധീനിക്കാൻ ഏറ്റവും അധികം സാധിക്കുന്ന ഒരു അധ്യാപകരാണ്. ഇപ്പൊ നമുക്കറിയാം, കുമാരനാശാനാക്കിയത് ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞ ഒരു അധ്യാപകനാണ്. അതൊരു അധ്യാപകനാണ്, മറക്കരുത്. ഇതേപോലെ തന്നെ വിവേകാനന്ദൻ എന്ന് പറയുന്ന ഒരാളെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് രാമകൃഷ്ണ പരമഹംസർ എന്ന് പറഞ്ഞ ഗുരുവാണ്. ഇങ്ങനെ നിങ്ങൾ ആരെ വേണമെങ്കിൽ നോക്കിക്കോ. ഗാന്ധിജിക്ക് ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് പറയുന്ന ഒരു ഗുരു ഉണ്ട്. എത്ര ഗുരുക്കന്മാരും ശിഷ്യന്മാരുമാണ് അങ്ങനെ. കാരണം എന്താ വെച്ചാല് ആ ശിഷ്യന്മാരെയൊക്കെ വളർത്തുന്നതിൽ ഓരോ ഗുരുവും വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതല്ല. അതുകൊണ്ട് തന്നെ ഓരോ അധ്യാപകർക്കും ആദ്യം തോന്നേണ്ടത് എന്താണ്, നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണ്, എത്ര കുട്ടികളെയാണ് നമ്മൾ ടൈം ചെയ്തെടുക്കുന്നത്, ഷേപ്പ് ചെയ്തെടുക്കുന്നത്, അവരെ നമ്മൾ വളർത്തുന്നത്. അത് ഓരോ അധ്യാപകനും, അതിപ്പോ അധ്യാപികയായാലും അധ്യാപകരായാലും അവരുടെ ഉള്ളിൽ അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ നല്ല സ്വഭാവമുള്ളവരായി തീരും. നമ്മൾ ഇന്ന് പറഞ്ഞ പോലെ ലഹരിയെ കുറിച്ച് ഒന്നും നമുക്ക് പറയേണ്ടി വരില്ല. കാരണം എന്താ, അവർക്ക് ആ സ്നേഹമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഒരമ്മയെ പോലെ, കുഞ്ഞുനിവാസിലൊരു വരിയുണ്ട്, മഹാന്മാരെ അമ്മയെ പോലെയാണ്. ഞാൻ പറയാ ടീച്ചർമാർ അതാണായാലും പെണ്ണായാലും അമ്മമാരാണ്. സത്യമാണ്. ഇപ്പൊ ഞാനും അങ്ങനെ തന്നെ ചിന്തിക്കാറ്. ഇപ്പൊ ഞാനിപ്പോ ഇവിടുന്ന് ഈ അല്ലമീർന്ന് വരുന്ന സമയത്ത് ഒരു കുട്ടി, എന്റെ ദൈവമേ, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഒരു പിടുത്തങ്ങ് പിടിച്ചിട്ട് കരഞ്ഞിട്ട് ഭയങ്കരമായിട്ട്. എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയാം, അവൾക്ക് എനിക്ക് എന്തെങ്കിലും തരണം. കരച്ചിലൊരു വശത്തുണ്ട് കേട്ടാ, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവൾ എന്ത് ചെയ്തു, അവള് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പൊഫാക്കില്ലേ, ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്കത് കണ്ണു നിറഞ്ഞു പോയി ശരിക്കും. കാരണം അവളുടെ കയ്യിൽ അതേ ഉള്ളൂ.
ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് പോയിട്ട് അപ്പുറം ഞാനിപ്പോ ഒരു സാധനം കൊണ്ടുവരാൻ സാറെന്നും പറഞ്ഞിട്ട് അവര് പോയിട്ട് കൊണ്ടുവരാണ്. ഇനി ഇതേപോലെ തന്നെ വേറെ ഒരുത്തിണ്ട്, അവിടെ ഇടയ്ക്കിടയ്ക്ക് എന്റെ വയറ്റത്ത് ഇങ്ങനെ തട്ടും. അതെ, ഇങ്ങനെ ഇത് 4ാം ക്ലാസ്സാ പറഞ്ഞേട്ടാ, ഇത് ശരിയാവില്ല കേട്ടാ, വർക്കൗട്ട് ചെയ്യണം. 4 പഠിക്കുന്ന ആളാണ്, പെൺകുട്ടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ആ കുട്ടികള് നമ്മുടെ ജീവിതത്തെ ഏതൊക്കെ രീതിയിലാണ് സ്വാധീനിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് എന്താണ്? ഏറ്റവും കൂടുതൽ സ്നേഹമാണ്. നിങ്ങൾ സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുട്ടിയും മോശമാവില്ല. പലപ്പോഴും കുട്ടികൾ ചീത്തയാവുന്നുണ്ടെങ്കിൽ അതിന് അവർക്ക് കിട്ടുന്ന ഈ അധ്യയനത്തിന്റെ നിമിഷങ്ങളാണ്. ഈ നിമിഷങ്ങളിൽ നിങ്ങൾ കുറച്ചുകൂടി സ്നേഹമുള്ളവരായാൽ, കുറച്ചുകൂടി രസമുള്ളവരായാൽ, അതും വേണേ. നമ്മൾ വന്നിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നിന്നിട്ട് അത് പഠിച്ചില്ലെങ്കിൽ പിന്നെ അത് ചെയ്യും ഇത് ചെയ്യും, പിന്നെ പരീക്ഷയിൽ മാർക്ക് പോവും, ഇന്റേണൽ അസസ്മെന്റ് പോകും എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് കുട്ടികളിൽ ഉണ്ടാക്കുക നല്ല റിസൾട്ട് അല്ല. അതുകൊണ്ട് തന്നെ അധ്യാപകരെ സംബന്ധിച്ചുള്ള അവര് റിലാക്സ് ആയിട്ട് വേണം. കുട്ടികളിലും ആ റിലാക്സേഷൻ ഉണ്ട്. ആ അന്തരീക്ഷത്തിൽ എന്തൊരു നല്ല പഠിപ്പാണ്. അതാണ് ഞാൻ പറയുന്നത്. അത് വളരെ പ്രധാനമാണ് ശരിക്കും. മാഷിന്റെ ഈ വാക്കുകള് അധ്യാപകരായിട്ടുള്ളവർ ഏറ്റെടുക്കേണ്ട കാര്യം തന്നെയാണ്. കാര്യം ഒരു കുട്ടി ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നത് ഈ സ്കൂളിലാണ്. വീട്ടിലേക്ക് വരുന്നത് ഉറങ്ങാൻ വേണ്ടിയാണ്, വർക്ക് ചെയ്യാനും ഉറങ്ങാനും മാത്രമാണ് വീട്ടിലേക്ക് വരുന്നത്. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിക്കാനും നല്ല രീതിയിൽ അവരെ മോൾഡ് ചെയ്യാനും പറ്റുന്ന ഒരു വിദ്യാലയമാണ്. നമ്മൾ 2ാം വീട് എന്ന് പറയുന്നത് ശരിക്കും തെറ്റാണ്. 1ാം വീടാണ് അവരുടെ ശരിക്കും വീടാണത്. കാരണം എന്താന്ന് വെച്ചാല് രാവിലെ ഉറക്കത്തിൽ നിന്ന് പൊന്തിച്ചിട്ടാണ് ഇവരെ ബസ്സിലേക്ക് ഇടുന്നത് അല്ലെ. പലപ്പോഴും ബസ്സിൽ കയറുമ്പോ, ഞാൻ ബസ്സിൽ വരുമ്പോ ഓരോ മൂലക്കിലും എന്താ പറയാ കംപ്ലീറ്റ് ഉറക്കം. ആലോചിച്ച് നോക്കില്ലേ, കൊച്ചുകുട്ടികൾ മാത്രമല്ല വലിയവർ ഇതൊക്കെ തന്നെയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു 4:30 5 മണിക്കോ അവർ വീട്ടിലെത്തി കഴിഞ്ഞാൽ അവർക്ക് ഇതേപോലെ തന്നെ വീണ്ടും ഉറക്കത്തിലേക്ക് പോവാണ്. ആ ക്ഷീണം മൊത്തം അവര് തീർക്കണ്ടേ. പിന്നെ രാത്രി ഇരുന്നിട്ട് നമ്മൾ തല്ലി പഠിപ്പിക്കുകയാണ്, നാളേക്ക് ഇത് അതിന്റെ ഹോംവർക്ക് ചെയ്യണം, ഇമ്പോസിഷൻ ഉണ്ട്. ഇങ്ങനെ ആ പിള്ളേരായിട്ട് നമ്മൾ എന്ത് ചെയ്യും? മാക്സിമം വേദ്യം ചെയ്യാന്ന് പറയും. ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥിക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരു നല്ല സുഹൃത്തായ. മാഷ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഈ മയക്കുമരുന്നിലേക്ക് ഒന്നും അതുങ്ങള് മാറിപ്പോകത്തില്ല. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. കാരണം അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ബന്ധം തകർത്തിരിക്കുന്നു ശരിക്കും. ഇത് ഏറ്റവും നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കവര് എന്താ പറയുക സമ്പത്തായിട്ട് മാറും. പക്ഷെ ഇന്ന് പലപ്പോഴും അതിന് പകരം അവർ മാറുകയാണ്. സത്യമാണ്. ഇന്നത്തെ തലമുറയാണ് നാളത്തെ നമ്മുടെ രാജ്യത്തെ നയിക്കേണ്ടത്. അവര് നല്ലതായി കഴിഞ്ഞാൽ ലോകം നന്നാകും. പക്ഷെ അതിനുള്ള ഏറ്റവും നല്ല ബാലപാഠങ്ങൾ നമുക്ക് സ്കൂളുകളിൽ അധ്യാപകരിൽ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിലും വലിയൊരു ഭാഗ്യം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ വെറും ഗുണപാഠങ്ങൾ മാത്രമല്ല, അനുഭവം കൂടിയാണ്. ഇപ്പോ APJ അബ്ദുൽ കലാമിൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ഇതാണ്. മൂപ്പര് ഏറ്റവും കൂടുതൽ ഈ കുട്ടികളുമായിട്ട് വളരെയധികം മിങ്കിൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അവരോട് പറഞ്ഞിട്ടുള്ള ആ വിങ്സ് ഓഫ് ഫയർ ഒക്കെ ഉണ്ടല്ലോ ശരിക്കും, സ്വപ്നം കാണാൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം വളരെ ഗംഭീരമായിട്ടാണ് ശരിക്കും. കാരണം എന്താണെന്ന് വെച്ചാല് നിങ്ങളുടെ കുട്ടികളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അവരുടേതായ സ്വപ്നങ്ങൾ നിങ്ങൾ വിളയിച്ചെടുക്കണം. അവരവരുടെ ജീവിതം പടുത്തുയർത്തും. ഇപ്പൊ അതല്ല പറ്റുന്നത്. കുറച്ച് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുറെ സാധനങ്ങളുണ്ട്, ഇതൊക്കെ ഇരുന്ന് പഠിച്ചോളുക. അവർക്കും പ്രശ്നമാണ്, അധ്യാപകർക്കും പ്രശ്നമാണ്. അല്ല അവർക്ക് അതുകൊണ്ട് നമ്മൾ ഇത്രയൊക്കെ കുറ്റം പറയുമ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളം മാർക്ക് കുറഞ്ഞാൽ സ്കൂളുകാരെ ചീത്ത കേൾക്കണം, അതൊരു പ്രശ്നമാണ്. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങളുടെ കുട്ടികളുടെ മാർക്ക് ഒരിക്കലും കുറയില്ല. നിങ്ങള് ഏറ്റവും നല്ല രീതിയിൽ ആ പാഠങ്ങളെ അവരുടെ ഉള്ളിലേക്ക് നിങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ ചോദിച്ചാൽ എന്താ അവർക്ക് എഴുതാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ വെറുതെ നമ്മൾ സാധാരണ കുട്ടികളെ കൊണ്ട് 10 പ്രാവശ്യം എഴുതിക്കും, നോക്കിയിട്ടില്ലേ ചോദ്യോത്തരം. അത് ചെയ്യരുത് ഒരിക്കലും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഇമ്പോസിഷൻ എഴുതുക എന്ന് പറയുന്നത് വരച്ചു വെക്കലാണ്. അതിന് കണ്ട അതൊക്കെ തുടരും എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലേക്ക് അത് പോകുന്നില്ല. അത് നിങ്ങളെ പേടിച്ചിട്ട് എന്ത് ചെയ്യാണ്? 10 പ്രാവശ്യം 100 പ്രാവശ്യം ഒക്കെ എഴുതവര്. ഈ 100 പ്രാവശ്യം എഴുതി കഴിഞ്ഞിട്ട് രണ്ടാമതൊന്ന് ചോദിച്ചു നോക്കിയേ അവര് അതേ തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ ഉള്ളിലേക്ക് അത് കടത്തി അതിനുശേഷം അവരെ കൊണ്ട് അത് പറയിപ്പിക്കുക.
ഒരു ചോദ്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, മനസ്സിലാക്കലാണ് പ്രധാനം. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞൊരു ചോദ്യം അവരെന്ത് ചെയ്യണം, അവരെ കൊണ്ടത് പറയിപ്പിക്കണം ആദ്യം. കാരണം ഭാഷ എന്ന് പറയുന്നത് എഴുത്തല്ല, അത് രണ്ടാമത്തെ കാര്യമാണ്, പറച്ചിലാണ്. നിങ്ങളൊരു കാര്യം പറഞ്ഞ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, അത് എങ്ങനെ അത് പകർത്തിക്കാനാണ് വെച്ചാല് പറഞ്ഞ് പിന്നീട് അത് പകർത്തിക്കണം. അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ അത് എന്ത് ചെയ്യണം, പകർത്തണം. അപ്പൊ എന്ത് രസമായിട്ട് അവരെഴുതും, അവരുടെ ഭാഷ വളരെ. അതുപോലെ തന്നെ മാഷ് വളരെ നല്ലൊരു പ്രസംഗകനാണ്. ഞാൻ ആദ്യം പറഞ്ഞത് പ്രാസംഗികൻ എന്നാണ്, പിന്നെ തെറ്റിപ്പോയ പക്ഷെ മാഷ് എനിക്ക് തിരുത്തി തന്നാണ് കേട്ടോ, അതൊരു വലിയൊരു തിരിച്ചറിവാണ്. അല്ല, അതെന്താ പറയുക, 8 മിനിറ്റ് നിങ്ങൾ തുടങ്ങിക്കോളൂ. ഈ സുകുമാർ അഴീക്കോടാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രസംഗകരിൽ ഒരാൾ. പക്ഷെ സുകുമാർ അഴീക്കോട് പ്രഭാഷണ കല എന്നുള്ള ലേഖനത്തിൽ പ്രാസംഗികം എന്ന് എഴുതിയിട്ടുള്ളത്. എന്താ ചെയ്യുക, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് എഴുതിയിട്ടുള്ളത് സുകുമാർ അഴീക്കോടാണ്, അതങ്ങ് സമ്മതിച്ചു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രാസംഗികം പറയാം. പക്ഷേ ഒരു ഗ്രമേറിയൻ അല്ലെങ്കിൽ ഒരു ഭാഷയുടെ ശുദ്ധി നോക്കുമ്പോ നമ്മൾ എന്തെന്ന് പറയണം, പ്രസംഗം രണ്ടും പറയാം. പറഞ്ഞ മനസ്സിലായില്ല, ബഷീർ പറഞ്ഞ പോലെ പുഷ്പെന്നും പറയാം, പുഷ്പെന്നും പറയാം, പുൽപ്പെന്നും പറയാം, എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ അതൊക്കെ എന്തുകൊണ്ടാണ്, പ്രയോഗ സാധ്യതയാണ്. ഇപ്പൊ ഈ വലിയ ആൾക്കാരൊക്കെ അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതൊരു ശീലമായി കഴിഞ്ഞാൽ ഭാഷയിൽ അത് എന്ത് ചെയ്യും, ആക്സെപ്റ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ, പറഞ്ഞോളൂ. അപ്പോൾ നല്ലൊരു വാഗ്മി അല്ലേ, വാഗ്മി വാചാലൻ വെച്ചാല് ഈ മിതം ച സാരം ച വജോഹി വാഗ്മിത എന്നാണ്. എന്നുവെച്ചാല് മിതവും സാരവുമായ മിതം ച സാരം ച വജോഹി എന്ന് വെച്ചാല് ഏറ്റവും മിതമായ വാക്കുകളിൽ ഏറ്റവും സാരവത്തായിട്ട് സംസാരിക്കുന്ന ആളെയാണ് വാഗ്മി എന്ന് പറയുന്നത്. കാരണം അത് ഞാൻ പലപ്പോഴും ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത് MN വിജയന്റെ അടുത്ത് നിന്നാണ്. കാരണം കാരശ്ശേരി അങ്ങനെ തന്നെയാണ്, നല്ല രസമാണ് ഇവരുടെ പ്രഭാഷണം. കാരണം ഇങ്ങനെ നമ്മള് ഈ വളരെ ഗൗരവമാണ്, പക്ഷേ ഏറ്റവും കുറഞ്ഞ വാക്കുകളായിരിക്കും. എന്നാൽ ആ കുറഞ്ഞ വാക്കുകൾ ചിലപ്പോൾ മണിക്കൂർ നീണ്ടുപോകും. നോക്കിയിട്ടില്ലേ, അതാണ് അതിന്റെ ഒരു രസം. വെച്ചാല് കുറഞ്ഞ വാക്കുകളാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. വിഷയത്തിന്റെ ആ ഈ എന്താ പറയുക ഗാംഭീര്യം അനുസരിച്ച്, ഗഹനമായ അതിന്റെ സ്വഭാവം അനുസരിച്ച് എന്ത് ചെയ്യും, ഇതിങ്ങനെ നീണ്ടുപോകും. പക്ഷെ കഴിയുന്നത്ര അത് നിങ്ങൾ ഏത് കാര്യത്തിലായാലും, ഇപ്പൊ സാഹിത്യത്തിലായിക്കോട്ടെ, 10 വാക്കുകളിൽ എഴുതേണ്ട ഒരു കാര്യം നിങ്ങൾ 5 വാക്കിലോ 3 വാക്കിലോ എഴുതിക്കോ, എന്ത് രസമായിരിക്കും. കാരണം എന്താ, വാക്കുകളെ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് കല. സാഹിത്യം അല്ലെങ്കിൽ പ്രസംഗം ഒക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. നമുക്ക് വേണമെങ്കിൽ കൈയൊക്കെ ചുരുട്ടി വളരെ എന്താ പറയുക രാഷ്ട്രീയക്കാരെ പോലെ പ്രസംഗിക്കാം, അവർക്കത് വേണം. പക്ഷെ സാഹിത്യത്തിന്റെ ഒക്കെ പ്രസംഗത്തിൽ, ഇനി പ്രസംഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഓഡിയൻസുമായിട്ടുള്ള ബന്ധം. നിങ്ങൾ ഒരിക്കലും ഓഡിയൻസിനെ മനസ്സിലാക്കാതെ പ്രസംഗിക്കരുത്. സുകുമാർ അഴീക്കോട് എന്ന് പറയുന്നുണ്ട്, നമ്മൾ ഒരു പ്രസംഗം തുടങ്ങി ചില ഈ പ്രസംഗം ചാവുന്നതിന് മുമ്പ് പ്രസംഗം നിർത്തണം എന്നാണ്. അതിനർത്ഥം മനസ്സിലായില്ല. ആ ഓഡിയൻസിന്റെ ഇടയിൽ ഇത് ഈ പ്രശ്നമുണ്ടാക്കി തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നിർത്തിക്കോണം. ഒരിക്കലും അത് വെച്ച് നീട്ടരുത്. ഇതേപോലെ തന്നെ പ്രസംഗത്തിന്റെ പല രീതികളെ കുറിച്ച് അഴീക്കോട് പറയുന്നുണ്ട്. അഴീക്കോട് എന്ന് പറഞ്ഞാൽ ഞാൻ തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് ആദ്യം കേട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ DC ബുക്സിന്റെ എന്തോ ഒരു പ്രോഗ്രാമില് 10 മണിക്കൂറാന്നറിയോ. ഇനി ഇത് കൂടാതെ എനിക്ക് കിട്ടിയൊരു ഭാഗ്യം, എൻ്റെ MA ക്ലാസ്സിൽ ഒരു ദിവസം വന്നിട്ട് രസങ്ങളെ കുറിച്ച് 5.5 മണിക്കൂറാണ് ഒരൊറ്റ നിപ്പിൽ നിന്ന് ക്ലാസ് എടുത്തത്. മറക്കാൻ പറ്റില്ല, കയ്യിലൊന്നുമില്ല. പക്ഷേ അത്രയ്ക്കധികം അത് ഇത് വെച്ചേക്കാണ്, ഇത് സൂക്ഷിച്ചു വെച്ചേക്കാണ്. നവരസങ്ങൾ എങ്ങനെയാണ് കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളിൽ വരുന്നത് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം കുഞ്ചൻ നമ്പ്യാർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പ്രത്യേകത എല്ലാതും ചേർന്നതാണ്. അവിടെ ദേഷ്യമുണ്ട്, തമാശയുണ്ട്, കരുണയുണ്ട്, ഇനി ഏതൊക്കെ രസങ്ങളുണ്ടോ ഈ രസങ്ങളൊക്കെ ചേർന്ന സാഹിത്യമാണ് ഇത് കുഞ്ചൻ നമ്പ്യാർ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ഇത് ക്ലാസ് എനിക്ക് അന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോ അതും പ്രസംഗം തന്നെയാണ് ശരിക്കിട്ട. ക്ലാസ്സാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതില. കാരണം നമ്മളിലൊക്കെ നമ്മളറിയാതെ തന്നെ നമ്മുടെ വ്യക്തിത്വത്തിന്റെ അംശങ്ങൾ പുറത്തേക്ക് വരും. ഇത് വരാതിരിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ പ്രസംഗം എന്ന് പറയുന്നത് വളരെ മനോഹരമായൊരു കലയാണ്. പക്ഷേ ആ കലയെ നിങ്ങൾ സ്നേഹിക്കണം. ഇപ്പോൾ ഒരു പ്രാവശ്യം സുകുമാർ അഴീക്കോടിനെ ഒരു പ്രസംഗത്തിന് അന്ന് ഞാൻ പാരല കോളേജ് പഠിക്കുന്ന സമയത്ത് ക്ഷണിക്കാൻ വേണ്ടി പോയ സമയത്ത് കാരണം അദ്ദേഹം പൈസ മേടിച്ചിട്ട് എന്നെ ചെയ്യാറുള്ളത്. അപ്പോ അന്ന് ഞങ്ങളുടെ ഒരു കോളേജൊക്കെ ആകുമ്പോൾ അത്ര ഇതില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞത്,
ഇപ്പൊ ഞാൻ വന്ന് അരമണിക്കൂർ നിങ്ങളുടെ അടുത്ത് പ്രസംഗിക്കണമെങ്കിൽ ഒരു രാത്രി മുഴുവനും ചിലപ്പോൾ ഇരുന്നിട്ട് ഞാൻ റഫർ ചെയ്യണം. ഇത് അത്ര ചെറിയ കാര്യമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ സാധാരണ ഒരാളെ പ്രസംഗത്തിനാ വിളിക്കും, അദ്ദേഹം വന്നിങ്ങനെ ഗംഭീരമായിട്ട് പ്രസംഗിക്കും, നിങ്ങൾ കൈയടിക്കും, നിങ്ങൾ ഭയങ്കര സന്തോഷം ഇതാക്കും. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ ഒരു രാത്രി ചിലപ്പോൾ മുഴുവനും ചെലവാക്കിയിട്ടുണ്ടാവാം. കാരണം ഈ അഴീക്കോടിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം അധ്യാപകനായിരുന്ന പ്രോ വൈസ് ചാൻസലർ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുള്ളത് രാത്രി 2 മണിക്കാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെ ലൈറ്റ് ഓഫ് ആവുക. നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അഡ്ജസ്റ്റ് ചെയ്യാം. കറക്റ്റ് 4 മണിക്ക് എന്ത് ചെയ്യും, അവിടെ ലൈറ്റ് ഉടരുകയും ചെയ്യും. ബാക്കിയുള്ള സമയം മുഴുവൻ വായനയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഉറക്കം 2 മണിക്കൂറാണെന്ന് ആലോചിച്ച് നോക്കണം. എന്തൊരു നമ്മുടെ നെപ്പോളിയൻ അങ്ങനെയായിരുന്നു. നെപ്പോളിയൻ ഉറങ്ങിയിരുന്നത് ഈ കുതിര യുദ്ധം ചെയ്യണ സമയത്ത് ഇതിന്റെ കുതിരപ്പുറത്ത് അങ്ങനെ പോവില്ലേ, അപ്പൊ അതിന്റെ കടിഞ്ഞാലിന്റെ അതിന്റെ ഉള്ളിലേക്ക് ആ ഒരു ഇതുണ്ടല്ലോ, അവിടെ കിട്ടിട്ട് 10 മിനിറ്റാണ് അദ്ദേഹത്തിന്റെ ഉറക്കം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതെങ്ങനെ യുദ്ധരംഗത്താണ് എപ്പോഴും ശരിക്ക്, അതിന്റെ ഇടയിൽ കൂടെയാണ് മൂപ്പര് എന്ത് ചെയ്യുക, 10 മിനിറ്റ് ഉറങ്ങുക. ഒന്ന് ആലോചിച്ച് നോക്കണം. പക്ഷെ അവരൊക്കെ നേടിയിട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ്. അഴീക്കോടിന്റെ ഒരു പ്രത്യേകത അതാണ്. ഇപ്പൊ ഒരു വിഷയത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് ഇതൊന്നും അദ്ദേഹം, നമ്മളൊക്കെ പലപ്പോഴും കുറിപ്പ് നമ്മൾ കണ്ടല്ലേ പ്രസംഗിക്കാൻ പോകുമ്പോ ചില ഇതൊന്നും അദ്ദേഹത്തിന്റെ കയ്യിലില്ല. അത് വിജയമാഷ അങ്ങനെ തന്നെയാണ്. വിജയമാഷക്കൊന്നും ഒരിക്കലും അതിന്റെ ആവശ്യമില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ആഴത്തിലാണ് അവർ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓരോ വിഷയത്തെ കുറിച്ചും മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലാക്കാതെ നിങ്ങൾ ഒരിക്കലും പ്രസംഗിക്കാൻ പോകരുത്. കാരണം എന്താ, ഈ പ്രസംഗത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു കുനിഷ്ഠ ചോദ്യം വന്നാൽ മതി. നമ്മൾ പറയില്ലേ ഗുരുത്തം കേട്ടാന്ന് പറയില്ലേ, അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്താൽ മതി, അല്ല സാർ ഇതെന്താണ്, ഈ സംഭവം മനസ്സിലാക്കി വെച്ചില്ലെങ്കിൽ അവിടെ നമ്മള് ഇപ്ലിങ് എന്നൊരു വാക്കുണ്ട് അല്ലെ, പുതിയ വാക്കല്ലേ ഇപ്ലിങ് എന്നൊരു വാക്കുണ്ടല്ലോ, നമുക്ക് സംഭവിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് പഠിച്ചെങ്ങനെയാന്ന് വെച്ചാല്, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പഠിപ്പിക്കാൻ പോണ സമയത്ത് എന്നോട് പെരിന്തൽമണ്ണയില് നമ്മുടെ ഒരു ബന്ധുക്കളുണ്ട്, അവിടെ ഒരു സാറുണ്ടായിരുന്നു, അദ്ദേഹം ഇതാണ് ബന്ധുവാണ്. അദ്ദേഹം പറഞ്ഞു, മുരളി, ഒരു കാര്യം പഠിപ്പിക്കണമെങ്കിൽ 10 കാര്യം നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം. കാരണം ഈ ഒറ്റ കാര്യം കൊണ്ട് നിങ്ങളൊരു ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ, കാരണം അത് പെട്ടെന്നങ്ങ് തീരും, പിന്നെ നിങ്ങൾക്ക് ആ കുട്ടികളെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അതേ സമയത്ത് 10 കാര്യം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഇതൊരു പ്രസംഗകനെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് ഇത് ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റില്ല. കാരണം ഓരോ തരത്തിലാണ്, ഓരോ ഓഡിയൻസ് അവർക്ക് ചിലപ്പോൾ നിങ്ങൾ ആവേശമുള്ള പ്രസംഗമായിരിക്കും ഇഷ്ടം, ചിലർക്ക് വളരെ കൂളായിട്ടുള്ള പ്രസംഗമായിരിക്കും ഇഷ്ടം, ചിലർ ഇങ്ങനെ നല്ല രസത്തിൽ ഇങ്ങനെ ഇതില്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ശരിക്കും. ചില ഓഡിയൻസിനെ അറിയുക, അതോടൊപ്പം തന്നെ ആ വിഷയത്തെ അറിയുക, ആഴത്തിൽ അറിയണം. അതാണ്. എങ്ങനെയാണ് ഈ പ്രസംഗം, ഇപ്പൊ നമുക്ക് പറഞ്ഞു മാതൃഭാഷയുടെ കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചു, എന്ന് തൊട്ടാണ് ഈ പ്രസംഗിക്കാനായിട്ട് മാഷ് സ്റ്റേജിൽ കയറാൻ തുടങ്ങിയത്? അല്ല, അത് ഞാൻ MA പഠിക്കണ സമയത്ത്, അന്ന് പ്രസിഡൻസി കോളേജ്, ഞാൻ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. ഞാൻ പറഞ്ഞു എന്റെ പ്രൊഫസർ ഉള്ള ഏറ്റവും വലിയൊരു മെച്ചം എന്താന്ന് വെച്ചാൽ, ഞങ്ങളെ കൊണ്ട് അവിടെ എന്ത് പരിപാടി ഉണ്ടായാലും പ്രസംഗിക്കാൻ ഞങ്ങൾ വിടും. എന്ന് പറഞ്ഞാല് ഈ മദ്രാശി മലയാളം മലയാളി സമാജം ഉണ്ട് അവിടെ. ഈ മലയാളി സമാജത്തില് അവിടെ വെച്ചിട്ടാണ് ഓരോ പ്രോഗ്രാംസ് ഉണ്ടാവുക. അത് സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടാവും, സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ അവിടെ മത്സരങ്ങൾ നടക്കും, പ്രസംഗ മത്സരം നടക്കും. ഇതിനൊക്കെ സാറ്, ഞാൻ പറഞ്ഞില്ല, അതാണ് ഒരു അധ്യാപകന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. തൻ്റെ കുട്ടികൾ ഒരു ഭാഷ അധ്യാപകനാവണ സമയത്ത്, അല്ലെങ്കിൽ ഭാഷ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അന്ന് സിനിമ ഉണ്ടാവുമ്പോ റിവ്യൂ അദ്ദേഹത്തിന് പാസ് കിട്ടും. മദ്രാസാണല്ലോ, അത് കിട്ടും, അത് ഞങ്ങളെ കൊണ്ടുപോകും. ഇതേപോലെ അതുകൊണ്ടുള്ള ഒരു ഭാഗ്യം കിട്ടിയെന്ന് വെച്ചാല്, ഈ സിനിമയുടെ ഒക്കെ ഓരോ വാർഷികം മറ്റതൊക്കെ വരില്ലേ, പ്രേം നസീറിന്റെ ഒപ്പം, ശ്രീകുമാരൻ തമ്പിയുടെ ഒപ്പം, നെടുമുടി വേണുവിന്റെ ഒപ്പം, ഇങ്ങനെയുള്ള വയലാറുണ്ടായിരുന്നില്ല, വയലാർ ഞാൻ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം മരിച്ചിരുന്നു, ദേവരാജൻ, ONV, ഇവരൊക്കെ ഉള്ള സ്റ്റേജുകളിൽ നിന്ന് പ്രസംഗിക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ജയവിജയന്മാര്, അവരൊക്കെ ഓഡിയൻസിലുണ്ടാവും. അവർ മദ്രാസിലൊക്കെ എന്ത് പരിപാടി ഉണ്ടായാലും അവിടെ വന്നിരിക്കും. നല്ല രസമാണ്. അന്ന് 2 പേരും ഉണ്ട്, 2 പേരും പോയി. അപ്പോ ഇങ്ങനെ ഈ വേദികളെ അന്ന് സാറ് നമുക്ക് തന്നിരുന്നു. അങ്ങനെയാണ് അന്ന് പ്രസിഡൻസി കോളേജിൽ ഒരു മത്സരം ഉണ്ടായപ്പോ പ്രസംഗത്തിൽ അന്ന് 2ാം സമ്മാനം കിട്ടി. അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ അന്നൊന്നും എനിക്ക് നല്ല പ്രസംഗം ഇന്നും ഞാൻ പറയില്ല കേട്ടോ, ഒരിക്കലും ഭയങ്കര പ്രസംഗമൊന്നും ഞാൻ പറയില്ല. പക്ഷേ ആ പ്രസംഗത്തിന്റെ രീതികളെ കുറിച്ച്, കാരണം
എപ്പോഴും ഞാൻ ഇതേപോലെ തന്നെ രാത്രി എനിക്കുള്ള ഒരു വിനോദം എന്ന് പറഞ്ഞാൽ യൂട്യൂബിലൊക്കെ വരുന്ന നല്ല പ്രസംഗങ്ങൾ ഇപ്പോഴും ഞാനിന്ന് കേൾക്കാറുണ്ട്. ഇപ്പൊ സുനിൽ പിള്ളയിടത്തിന്റെ ആയാലും ഇപ്പൊ കാരശ്ശേരി മാഷയുടെ ആയാലും അതേപോലുള്ള ആൾക്കാരൊക്കെ അഴീക്കോടിന്റെ ഒക്കെ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ് ശരിക്കും. അപ്പൊ ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോഴൊരു മെച്ചം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് അവരൊരു കാര്യത്തെ അവതരിപ്പിക്കുന്നത്, എങ്ങനെയാണ് ആ വിഷയത്തെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, നിങ്ങൾക്കുള്ള പാഠങ്ങളാണത്. അത് നമുക്ക് എത്ര സഹായം ചെയ്യുന്നറിയോ ശരിക്കും. അവരുടെ ആ രീതികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വിഷയത്തെ എങ്ങനെ തുടങ്ങണം. നമ്മൾ സാധാരണ പറയാറുള്ളത് നേരെ കയറി വിഷയത്തിലേക്ക് ഒരിക്കലും പോകരുത്. അതിനു പകരം ഒരു അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ബിൽഡപ്പ് ചെയ്യാന്ന് പറയും ശരിക്കും. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, ഇത് ആദ്യം ഇങ്ങനെ ചിലപ്പോൾ അതൊരു കഥ പറഞ്ഞിട്ടാവാം, ചിലപ്പോ രണ്ടുപേര് കവിത ചൊല്ലിയിട്ടാവാം, അല്ലെങ്കിൽ വേറൊരു അനുഭവം പറഞ്ഞിട്ടാവാം. നമ്മൾ എന്ത് ചെയ്യണം, ഒരു ചില ആ ഓഡിയൻസിനെ നമ്മളിലേക്ക് ഇങ്ങനെ ഇതന്നെ ക്ലാസ്സിലോട്ടാ മറക്കരുത്. ഒരു അധ്യാപകനും ഒരു പ്രസംഗകനും ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം സാദൃശ്യമുണ്ട് ശരിക്കും താരതമ്യം ചെയ്യാൻ പറ്റും അവര് ശരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അന്തരീക്ഷം ആദ്യം ഉണ്ടാക്കണം. ചിലപ്പോ ഒരു കഥയാവും, അതാ ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു സെന്റൻസ് മതി. ചിലപ്പോ നമ്മൾ പറയുന്ന ഒരു വാക്ക്. അടുത്ത ദിവസം ഞാനൊരു നമ്മുടെ KMCCയുടെ പ്രസംഗം ഉണ്ടായപ്പോ എനിക്ക് പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്യണം എന്നൊന്ന് സ്റ്റാർട്ട് ചെയ്യും. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഒരു പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് ഇരുന്നിട്ട് എന്തായിരിക്കും. അപ്പോ ഭാഷയാണ് വിഷയം. അങ്ങനത്തെ ഒരു ഭാഷാധ്യാപകന് യാത്രയയപ്പ് നൽകുമ്പോൾ ഭാഷയെ കുറിച്ച് എന്തെങ്കിലും പറയേണ്ടത് അത്യാവശ്യമില്ലേ. പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത്, മദ്രാസില് ഈ ഇതുണ്ടല്ലോ നമ്മുടെ മെട്രോയുടെ ഒരു ദിവസം പോണ സമയത്ത് പെട്ടെന്നാണ് ഇപ്പൊ ഇവിടെ കണ്ടല്ലേ നമ്മള് ഈ നെക്സ്റ്റ് സ്റ്റേഷൻ ഈസ് കണ്ടല്ലേ, അവര് പറയാ വര പോറ നൃത്തം. ആലോചിച്ച് നോക്കിയേ, എന്ത് രസമാണ് ആ വാക്ക്. നമുക്കതിനെ പറയാൻ പറ്റും. നമുക്ക് നൃത്തം എന്ന് പറഞ്ഞാൽ അപ്പൊ വേറെയാണ് അല്ലെ, കയ്യും കലാശിട്ട് കാണിക്കുന്ന വേറൊരു രൂപമാണ്. പക്ഷേ നൃ അല്ല നൃത്തം. ഞാനത് കേട്ടിട്ട് അതിശയിച്ചു പോയി. ഒരു സ്റ്റോപ്പ് എന്നുള്ള വാക്കിന് നമുക്കൊരു വാക്കില്ല ശരിക്കും. എന്നിട്ട് ഞാൻ ഉദാഹരിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ ഭാഷയ്ക്ക് പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം ഉടൻ നമ്മൾ സംസ്കൃതത്തിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുവരും. ഒരാവശ്യമില്ല. കാരണം ഇപ്പൊ ഇലക്ട്രിസിറ്റി ഇത് നമുക്ക് പറയണമെങ്കിൽ ഉടൻ നമ്മൾ എന്ത് പറയും, വിദ്യുത് ശക്തി. തമിഴര് അത് വളരെ ഈസി ആയിട്ട് മിൻസാരം എന്ന് പറഞ്ഞു. എന്ത് സിമ്പിളാ അത് ശരിക്ക്. അതേപോലെ തന്നെ മറ്റേ ഈ ടെലിഫോൺ നമുക്ക് വന്നു, തൊലൈപേശിയം. ഇത് സിമ്പിൾ ആണത്. തൊലൈക്കാഴ്ചി, എന്താ തൊലൈക്കാഴ്ചി? ടെലിവിഷൻ. ബസ്, പേരുണ്ട് എന്ന് വെച്ചാല് ചെറിയ ഉണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ വണ്ടിയാണ്. വലിയ വണ്ടി ബസ്, പേരുന്ത് നിലയെന്നാണ്. നമ്മൾ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ എന്നാണ് നമ്മൾ വെക്കുക. പക്ഷെ അവര് നമുക്ക് അങ്ങനെയാണല്ലേ, നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് എന്നാണ്. അവരെന്ത് സിമ്പിളായിട്ടാണ് പേരുന്ത് നിലയം ചല് പല്ലവൻ. ഇനി യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമ്മൾ പറയുള്ളൂ കലൈ കഴകം. രസം. സർവ കലാശാല. എത്ര രസമായിട്ടാണ് അവരുടെ ഭാഷ അവരുപയോഗിക്കുന്നത്. പക്ഷെ നമുക്കത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇംഗ്ലീഷിലേക്ക് പോവും. അല്ലെങ്കിൽ പഴയ, ഞാനത് ഉദാഹരണം പറയാറുള്ളത്, നമ്മുടെ ഈ ഒരു മാറ്റം ഉണ്ടല്ലോ. പണ്ടൊക്കെ നമ്മൾ പെറുക എന്ന് പറയാ പ്രസവത്തിന്, പേര്. അന്ന് നമ്മുടെ ഭാഷ ഉപയോഗിച്ചിരുന്നത്. കുറച്ചു കഴിഞ്ഞ് സംസ്കൃതത്തിന്റെ ഭയങ്കര സ്വാധീനം വന്നപ്പോ എന്തായി, പ്രസവിക്കുക എന്നാക്കി മാറ്റിയത്. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ എന്തായി, നമുക്ക് സ്റ്റൈല് പോരാ, ഡെലിവറി ആക്കി മാറ്റി. ഈ 3 വാക്കുകൾ നിങ്ങളുടെ ഭാഷയുടെ മാറ്റത്തിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ്. ഇതേപോലെ ഓരോ കാര്യം നിങ്ങൾ നോക്കിയാലും എങ്ങനെയാണ് നിങ്ങളുടെ ഭാഷയെ നശിപ്പിക്കുന്നത്. കാരണം നിങ്ങളുടെ വാക്കുകളെ നിങ്ങൾ തന്നെ എന്താക്കി മാറ്റുകയാണ്, വികലമാക്കലും മാത്രമല്ല, നമുക്ക് വേണ്ട നമ്മുടെ ഭാഷ നമ്മൾ ഉപയോഗിക്കുന്നില്ല. സത്യമാണ്. നമ്മൾ പ്രാദേശിക പദങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒഴിവാക്കിയിട്ട് അവിടെയൊക്കെ കൊണ്ടുവന്ന് ഇംഗ്ലീഷിനെ സ്ഥാപിക്കുകയാണ്. എന്തിനാ അതിന്റെ ആവശ്യം? പണ്ട് കാലത്ത് അത് സംസ്കൃതമായിരുന്നു ശരിക്കും. ആദ്യകാലത്ത് ഈ ബ്രാഹ്മിൻസിന്റെ കൺട്രോളുള്ള സമയത്ത്, സവർണ മേധാവിത്വമുള്ള സമയത്ത് അവർ ചെയ്തിരുന്നത് മുഴുവനും സംസ്കൃത പദങ്ങൾ. ഇപ്പോ പാണൻ എന്ന് പറയുന്ന ഒരു വർഗമുണ്ട് നമ്മുടെ നാട്ടിൽ. ഒരു കാലഘട്ടത്തിൽ ചേര സാമ്രാജ്യത്തിന്റെ കാലം ഞാൻ പറഞ്ഞേട്ടാ, കേരളത്തിലുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഏത് കൊട്ടാരത്തിലേക്കും കയറി ചൊല്ലാൻ അനുവാദമുണ്ടായിരുന്ന ഒരാളായിരുന്നു. കാരണം പാണൻ എന്ന് പറയുന്നത് കവിയാണ്. മനസ്സിലായില്ലേ? ആ കവി പിന്നീട് എന്തായി, ഒരു എന്താ പറയാ ഷെഡ്യൂൾഡ് ഇതിലേക്ക് കാസ്റ്റാക്കി മാറ്റി
അവരെ നമ്മൾ ഒതുക്കി കളഞ്ഞു അല്ലേ? ഞാനിത് പറയാനുള്ള കാരണം ഞങ്ങളൊക്കെ ഈ ഓണം, വിഷു, തിരുവാതിരക്ക് ഉണ്ടാവുന്ന സമയത്ത് ഈ ഒരു തുയിരുണർത്താനൊക്കെ പാണന്മാരെ വരിക. അപ്പൊ അതിൽ 2-3 നമ്മുടെ സ്കൂളിലുണ്ട് കേട്ടോ, പഠിക്കുന്ന ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിക്കുന്നവരാണ്. പക്ഷെ ഇവര് വന്നിട്ട് എന്റെ അമ്മയ്ക്ക് സംഗീതം ഭ്രാന്തായിരുന്നു. വെച്ചാല് നമ്മള് പറയില്ലേ, സംഗീതം എന്ന് പറഞ്ഞാൽ അമ്മ കിടന്നിട്ട് മരിക്കും. വെറുതെ ഇരുന്നിട്ട് ചിലപ്പോ ഭയങ്കര ഭക്തിയൊക്കെ വരുന്ന സമയത്ത് അമ്മ ഉറക്കിരുന്ന് ഇങ്ങനെ പാടും. അതാ രസം. അതും രസം എന്താന്ന് വെച്ചാല് ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ചെന്നിരുന്നിട്ട് ഈ മുൾക്കിരീടമിതെന്തിനു തന്നു ഈ പാട്ടൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ അമ്മ പാടുക. ഇതേപോലെ തന്നെ ഈ മറ്റാ പാട്ടുണ്ടല്ലോ, എന്നിട്ട് ഈ കുരു ഒലിവില ഒരു പാട്ട് ഓശാല പാട്. ഈ പാട്ടൊക്കെ ഇരുന്നിട്ട് ഗുരുവായൂർ അല്ലല്ല പൂജാമുറിയിൽ ഗുരുവായൂരപ്പനുണ്ട്, കൃഷ്ണന്റെ ദേവിയൊക്കെ ഉണ്ട് അവിടെ. അവരുടെ മുമ്പിൽ ഇരുന്നിട്ട് ഇത് അങ്ങോട്ട് ഉറക്കിരുന്ന് പാടും, എന്നിട്ടിരുന്ന് കരയും. സംഗീതത്തിന്റെ മതവും ജാതിയും ഒന്നും ഇല്ല എന്ന് പറയുന്നത് ഒരു ജാതിയില്ല, ഒരു മതവും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സംഗീതം എന്ന് പറയുന്നത് നിങ്ങളെ എല്ലാവരെയും കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന ചില ശബ്ദധാരയാണ് ശരിക്കും. നിങ്ങളെ ഈ ധാരയിലേക്ക് അത് കൊണ്ടുപോവുകയാണ്. നമ്മള് നമ്മളെന്താ പറയാ, സ്പിരിച്വൽ ആയിട്ടുള്ള ഈ ആത്മീയമായ നിർവ്വാണം എന്നൊക്കെ പറയില്ലേ, ഈ ഒരു അവസ്ഥ സംഗീതത്തിനുണ്ട് ശരിക്കും. ആനന്ദം, പരമാനന്ദം എന്നൊക്കെ നമ്മൾ പറയാ. ഒരു പാട്ടിലുണ്ടല്ലോ മലയാളത്തിൽ നമ്മുടെ മോഹൻലാലിന്റെ അതിൽ ആനന്ദം പരം. അതെന്താണ് സംഭവം? സംഗീതം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ശരിക്കത്. കാരണം എത്തും സംഗീതത്തിന് അത് കഴിയും. അതുകൊണ്ടാണ് സംഗീതം ഒരു ചികിത്സാ സമ്പ്രദായമാവുക പറഞ്ഞത്. എന്നുവെച്ചാല് ഈ മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത് ഒരു രീതി തന്നെയാണ്. എന്താ അതിന്റെ അർത്ഥം? നിങ്ങളുടെ ഈ രോഗങ്ങളെ വരെ മാറ്റാൻ സംഗീതത്തിന് കഴിയും എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ ദൈവങ്ങളും അതിന്റെ ഒന്നാമതൊരു ദൈവമേ ഉള്ളൂ അല്ലേ? ഇപ്പോൾ ഒരൊറ്റ ദൈവമേ ഉള്ളൂ. പക്ഷെ നമ്മളത് നമ്മുടെ വിശ്വാസം നമ്മൾ ജനിച്ച അവസ്ഥയ്ക്ക് അനുസരിച്ച് പലതരത്തിൽ അത്രയേ ഉള്ളൂ. ഇതല്ലാതെ ദൈവം ഒരിക്കലും 2 ഉണ്ടാവാൻ പറ്റില്ല. ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിലേക്ക് എത്തിച്ചേരാൻ പറ്റിയതാണ് സംഗീതം ശരിക്കും. സംഗീതത്തിന് ഇപ്പൊ പലർക്കും പല വഴിയാണ്. ചിലരുടെ സന്യാസാണ്, അല്ലെങ്കിൽ വേറൊരു ചിലരുടെ ചില വഴിയാണ്. കുമാരനാശാൻ അത് ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങള് സന്യാസത്തോടാണ് നിങ്ങൾക്കുണ്ടെങ്കിൽ നരന്റെ ആകാരമാർന്ന് ഇവിടെ ജനിച്ചിടായിന്ന് തന്നെയാണ് കുമാരനാശാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താന്ന് വെച്ചാല് നളിനി എന്നുള്ള ഒരൊറ്റ കവിത നിങ്ങൾ എടുത്താൽ മതി. നളിനിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നളിനിയും ദിവാകരനും ചെറുപ്പത്തില് വളരെ ഇഷ്ടമായിരുന്നു. ദിവാകരൻ പക്ഷെ എന്ത് ചെയ്യാണ്, സന്യാസത്തോട് കമ്പം വരികയാണ്. അങ്ങനെ മൂപ്പര് നേരെ എവിടേക്ക് പോവുകയാണ്, ഹിമാലയത്തിലേക്ക് പോവുകയാണ്. പക്ഷെ നളിനിയാണെങ്കിലോ ഈ മനുഷ്യൻ എന്ന് പറഞ്ഞത് മരിച്ച് ഇതിനു വേണ്ടി മാത്രം ജീവിച്ച് കറങ്ങി ഒരു ആശ്രമത്തിൽ എത്തുകയാണ്. ഇയാളെ കിട്ടുന്നില്ല. അങ്ങനെ അവള് എന്ത് ചെയ്യാൻ പോവുകയാണ്, മരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ മരിക്കുന്ന സമയത്ത് ഒരു സന്യാസിനി ഇത് കണ്ടു, മുടി കുരുങ്ങി കിടക്കുന്നത് കണ്ടു. അവിടുന്ന് രക്ഷിച്ചു കൊണ്ടുപോയിട്ട് പിന്നെയും 5 വർഷത്തോളം തപസ് ചെയ്യാണ് ശരിക്കും. എന്നുവെച്ചാൽ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ദിവാകരന് വേണ്ടി മാത്രം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ കാത്തിരുന്ന് നമ്മൾ പറയില്ലേ, നമ്മുടെ ഒരു ശക്തി മനസ്സിന്റെ ഉണ്ടാവുമ്പോ ദിവാകരൻ അവിടെ നിന്ന് പെടപ്പ് തുടങ്ങി ശരിക്കും. മനസ്സിന്റെ ശക്തിയാണതേ. ആ തുടക്കം തന്നെ അങ്ങനെയാണ് ശരിക്കും. ദിവാകരൻ ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു ഭാഗമാണ്, മുകളിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് വരുന്ന ഒരു വരവാണ് ശരിക്കും. എന്ന് വെച്ചാല് സന്യാസിക്ക് തന്നെയാണ്. പക്ഷെ അതും വളരെ മനോഹരമായിട്ട് കുമാരനാശൻ ചെയ്തിട്ടുള്ള ഒരു മരം, ആ മരത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ് ഇവർ നിൽക്കുന്നത്. ഇത്ര രസമായിട്ട് വർണ്ണിച്ചിട്ടുള്ളതെന്ന് അറിയോ? ചില ഇപ്പുറത്ത് നളിനി, അപ്പുറത്ത് ദിവാകരൻ. കാരണം അപ്പോഴും ഒരു തടസ്സം പോലെ ഇങ്ങനെ വരികയാണ്. അത് കഴിഞ്ഞിട്ട് അവർ കാണുകയാണ്. നളിനിയെ സംബന്ധിച്ചിടത്തോളം അതിൽ പരം ജീവിതത്തിൽ കിട്ടാനുള്ള ഒരു സന്തോഷമില്ലേ ശരിക്കും. അങ്ങനെ പക്ഷെ ദിവാകരനാണെങ്കിലോ താൻ വലിയ സന്യാസിയാണ്. അപ്പൊ അതുകൊണ്ട് ദിവാകരൻ പറയണോ, ഓക്കെ നീ ആരാന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് കുറെ നേരമൊക്കെ. ഇതൊക്കെ കഴിഞ്ഞപ്പോ ദിവാകരൻ പറയണം, ഓക്കെ ശരി, അപ്പൊ നീ ഒരു സന്യാസിനി, ഞാനൊരു സന്യാസിയാണ്, നമുക്ക് എപ്പോഴെങ്കിലും കാണാം എന്ന് പറഞ്ഞിട്ട് തിരിയാൻ ശ്രമിക്കുകയാണ്. നളിനി ഒരൊറ്റ പിടുത്താണ് ദിവാകരന്റെ കാൽക്കല്. എന്നിട്ടൊരു കരച്ചിലാണ്. ആ കരച്ചില് കഴിഞ്ഞിട്ട് ദിവാകരന്റെ മാറിലേക്ക് ഒറ്റ സെക്കൻഡ് ആലോചിച്ച് നോക്കണം, ആ മാറിലേക്ക് പതിക്കുന്നു, അവിടെ കിടന്ന് മരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. തന്റെ ജീവിതം ഞാൻ ജീവിച്ചത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഇതാണ് സ്ത്രീയുടെ സ്നേഹം. ഇതിനെക്കുറിച്ച് കുമാരനാശൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ചിലൊരു സ്ത്രീയുടെ ഇപ്പൊ പുഴയൊഴുകുന്ന വഴിയൊക്കെ മാറ്റാം, പക്ഷെ ഒരു സ്ത്രീയുടെ മനസ്സ് ഒരാളിൽ ഊന്നിക്കഴിഞ്ഞാൽ അത് മാറ്റാൻ പറ്റില്ല. ഒരു പ്രണയത്തിന്റെ ശക്തി അതാണ്.
ഒരിക്കലും ഒരു സ്ത്രീ, പ്രത്യേകിച്ച് അവൾക്ക് ഉണ്ടാവുന്ന ആദ്യ അനുരാഗം നമ്മൾ പറയില്ലേ, ഇതിന് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവിടെ സന്യാസത്തിന്റെ അങ്ങേയറ്റൊക്കെ കടന്ന്, സന്യാസം ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് പ്രണയം കൊണ്ടും എന്ത് നേടാൻ പറ്റും? ആത്മീയ നേടാൻ പറ്റും. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ്. നമ്മൾ പ്രസംഗത്തിലാണ് തുടങ്ങിയത്, അവിടുന്ന് നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ച് പ്രണയത്തിലെത്തി. എന്ത് രസം പറയാം മാഷ് സംസാരിച്ച് ഇരിക്കുന്നത്, നമുക്ക് കേട്ടിരിക്കാൻ തോന്നും. എത്ര സമയം പോയാലും നമുക്കത് അറിയാനും പറ്റില്ല. അതിന്റെ ഒരു വിഷയത്തിൽ നമ്മൾ തുടങ്ങി, നമ്മൾ എത്ര വിഷയങ്ങൾ കടന്ന് അവസാനം നമ്മൾ പ്രണയത്തിന് വരെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഈ ലോകത്തിന്റെ മുഴുവൻ നിലനിൽപ്പ് തന്നെ പ്രണയത്തിലാണ്. സത്യം. ഞാനിത് ഈ ജലത്തിന് പറയാനുള്ളത് എൻ്റെ ഒരു പുസ്തകമുണ്ട്. അതൊരു മസാറു ഇമോട്ടോ എന്ന് പറയുന്ന ഒരു ജാപ്പാനീസ് ഒരു പാരലൽ ഇതുണ്ടല്ലോ, അതിനെന്താ പറയാ, ഈ ഡോക്ടർ എന്തായാലും പറയാ വെച്ചാല് ഈ മെയിൻ ശാസ്ത്രത്തിനല്ലാതെ അല്ല, പാരാമെഡിക്കൽ അല്ല, വേറൊരു സംഭവം നമ്മൾ പറയില്ല, ഒരു രീതി ഉണ്ട് അത്. അപ്പൊ ആ ഒരു ഇതില് അദ്ദേഹം ഡോക്ടറാണ്, ഒരു സയന്റിസ്റ്റ് ആണ്, ഒപ്പം സ്പിരിച്വൽ ആയിട്ടുള്ള ഇതും കൂടിയാണ് ശരിക്കും. ഈ ഒരു ഇതില് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മള് ഒരു മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ മുറിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ അവിടേക്ക് കടന്നു വരികയാണ്. ഇയാൾ കടന്നു വരുന്ന സമയത്ത് രണ്ട് തരത്തിലും മാറ്റങ്ങൾ ഉണ്ടാകാം. ഒന്ന്, നമ്മൾ ആകെ ഗംഭീരമായ ഒരു അവസ്ഥയിലേക്ക് മാറും, സന്തോഷം കൊണ്ട്. അതേ സമയത്ത് നമ്മുടെ മുഖമൊക്കെ അങ്ങ് വാടും, പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് മാറും. പ്രണയത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നിങ്ങളെ പരിപൂർണമാക്കി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ, ഒരു എഴുത്തുകാരനെ സമയത്ത് നമ്മൾ പലപ്പോഴും കളിയാക്കാറുണ്ട്, കുറ്റം പറയാറുണ്ട്, അവർക്ക് ഇത് ആ പ്രേമം, ഈ പ്രേമം, മറ്റേതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം പ്രണയത്തിന്റെ ശക്തിയുണ്ടെങ്കിൽ, ആ ഊർജമുണ്ടെങ്കിൽ, നിങ്ങളുടെ വാക്കുകളൊക്കെ അത്രയ്ക്ക് എന്താ പറയുക, കുളിർ മഴ പോലെ മനോഹരമായിരിക്കും, ഒരു സംശയമില്ല. അപ്പൊ അതിലത് പറയുന്നുണ്ട്, ഒരു ആളുടെ ക്രിയേറ്റിവിറ്റി ഏറ്റവും സ്ട്രോങ് ആയിത്തീരുന്നത് പ്രണയമുള്ളപ്പോഴാണെന്നാണ്. വെച്ചാൽ പ്രണയത്തിന്റെ അസാധ്യമായൊരു ശക്തിയാണ്. നമ്മളൊന്ന് നോക്കിയിട്ട് ഇപ്പൊ രണ്ടുപേര്, പക്ഷെ ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പ്രണയമില്ല, സത്യമാണ്, ഇപ്പൊ ശരീരമാണ്. അപ്പൊ എന്ത് പറ്റുന്നു എന്ന് പറഞ്ഞാല്, ഈ പ്രണയം എന്ന് പറയുന്ന ആ സ്പിരിച്വലായ അതൊക്കെ നഷ്ടപ്പെട്ടിട്ട് അതിന്റെ സ്ഥാനത്തേക്ക് എന്തായി, വെറും ശരീരം മാത്രം പ്രതിഷ്ഠിക്കപ്പെട്ടു. അപ്പൊ എന്തു പറ്റും? ഇതൊരിക്കലും നമുക്ക് കിട്ടില്ല. പ്രണയത്തിന്റെ ആ ഒരു മാധുര്യം എന്നൊക്കെ നമ്മൾ പറയുന്നത്, ഒരു മനോഹാരിത ഉണ്ടാവില്ല, തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഫ്രോയിഡ് പറഞ്ഞത് അങ്ങനെയാണ്, എല്ലാത്തിന്റെയും അടിസ്ഥാനം ശരിക്കും മനുഷ്യനിലുള്ള പ്രണയ ആതുരത തന്നെയാണ് ശരിക്കത്. പക്ഷേ അത് എന്ത് പറ്റുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പൊ കുമാരനാശാന്റെ നിങ്ങൾ മൊത്തം കവിത എടുത്താൽ മതി. കുമാരനാശാന്റെ മൊത്തം കവിത എടുത്തു കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ്. ഒന്ന് സ്നേഹമാണ്, രണ്ട് ജാതിയുടെ പ്രശ്നങ്ങൾ, ജാതി നേരിടുന്ന പ്രശ്നങ്ങൾ. മറുവശത്ത് കംപ്ലീറ്റ് പ്രണയമാണ്. നിങ്ങൾ നോക്കിക്കോ, വീണപൂ എടുത്തോ, നളിനി എടുത്തോ, ലീല എടുത്തോ, ചിന്താവിഷ്ടയായ സീത എടുത്തോ, കരുണ എടുത്തോ, പക്ഷേ പ്രണയത്തിന്റെ ഓരോ തലങ്ങളാണത്. ഇപ്പൊ വീണപൂവ്, നളിനി, ലീല എന്ന് പറയുന്നത് ഒരുമിച്ച് വെക്കാവുന്ന ഒറ്റ പുസ്തകമാണ് ശരിക്കും. 3 ഭാഗങ്ങളാണെന്ന് മാത്രം. കാരണം ഇതിന്റെ ഒരു കൺസെപ്റ്റ് വീണപൂവിൽ വരുന്നു. അതിന്റെ ഡെവലപ്ഡ് ഒരു സൈഡാണ് എന്ന് വെച്ചാൽ കൂടുതൽ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സ്നേഹം നളിനിയിൽ വരുന്നു. കുറേയും കൂടിയും ശാരീരികമായിട്ടുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള സ്നേഹം എവിടെ വരുന്നു? ലീലയിൽ വരുന്നു. ആ വാക്കുകളിൽ പോലും ഉണ്ട്. അത് നളിനി എന്ന് പറഞ്ഞാല് താമര എന്നർത്ഥമുണ്ട്, അതേപോലെ തന്നെ പൊയ്ക എന്ന് അർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ അർത്ഥത്തിലാണ് ആ നളിനി എന്നുള്ള വാക്കുപോലും കുമാരനാശാൻ ഉപയോഗിക്കുന്നത്. കാരണം അദ്ദേഹം തന്നെ അതിൽ എഴുതിയിട്ടുണ്ട്, ഏറ്റവും പരിശുദ്ധമായ പ്രണയത്തിന്റെ ഭാഗമാണത്. പക്ഷെ ലീലയിലെത്തുമ്പോൾ നമുക്കത് കാണാൻ പറ്റുക, ലീലയിൽ അത് ശാരീരികമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ നളിനിയുടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതേപോലെ തന്നെയാണ് ലീലയെ സമയത്തുള്ള, ലീലയും മദനനും ചെറുപ്പത്തിൽ ഒരുമിച്ചുണ്ടായിരുന്നവരാണ്. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോ എന്തു പറ്റിയെന്ന് പറഞ്ഞാല്, ലീലയെ വലുതായ സമയത്ത് അവരൊരു ധനപാലം, ചില പണക്കാരന്റെ മോളാണ്, അവളെ പിടിച്ചിട്ട് എന്ത് ചെയ്യാണ്, വലിയൊരു ഉദയപുരത്തെ പണക്കാരന്റെ മോന് കെട്ടിച്ചു കൊടുക്കുക. പക്ഷെ അവളുടെ മനസ്സിൽ ആര് മാത്രമേ ഉള്ളൂ? മദനൻ മാത്രമേ ഉള്ളൂ. ആ ഒരു ഇതില് അവള് കല്യാണം കഴിച്ചു പോയെങ്കിലും
ഭർത്താവിനും ആ മര്യാദയ്ക്ക് ഇതാക്കാൻ പറ്റിയില്ല, അയാൾ മരിച്ചു പോവാണ്. മരിച്ചു പോണ സമയത്ത് അവള് തിരിച്ചൊരു വരവാണ്. തിരിച്ചു വന്ന് മദനന് വേണ്ടിയിട്ട്, കാരണം തോഴിയുണ്ട് മാധവി എന്ന് പറയുന്നത്, എന്നിട്ട് മാധവിന് വിട്ട് ഇയാളെ അന്വേഷിപ്പിച്ച്, ഇയാളാണെങ്കിലോ ലീല പോയോടുകൂടി ഒരു ഭ്രാന്തനെ പോലെ എന്താ പറയാ അലഞ്ഞു നടക്കുകയാണ്. അവര് വന്നിട്ട് ഒരുമിച്ചുള്ള കണ്ടുമുട്ടലാണ് ശരിക്കും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ കണ്ടുമുട്ടുമ്പോൾ ഈ പ്രാവ് നോക്കിയിട്ടില്ലേ, പ്രാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത്രയ്ക്കധികം പ്രണയമുള്ള ഒരു ജീവിനെ കാണാൻ പറ്റില്ല. അവര് തമ്മില് ഈ ചിറക്കൊക്കെ ഇങ്ങനെ ഇതാക്കി കൊടുത്ത് ചുണ്ടോണ്ടൊക്കെ ഇങ്ങനെ ഒരസി. ഞാൻ എന്താ കാരണം ചെറിയ മദ്രാസിൽ ഒരിക്കൽ സിസ്റ്റർ ഉണ്ട് അവിടെ. അപ്പൊ അവിടെ താമസിക്കുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റിൽ കുറെ പ്രാവുകൾ ഇങ്ങനെ വന്നിരുന്നു. നേരെ വിളിച്ചപ്പോ എന്റെ ഒരു വിനോദമായിരുന്നത് ഇവരുടെ പ്രേമം. ഭയങ്കര രസമാണ് അവരുടെ പ്രേമം ശരിക്കും. അപ്പൊ കുമാരനാശൻ എന്താ ചെയ്യുന്നത്, ചിറകു വിതിർത്ത കബൂതി പോലണഞ്ഞാളാണ്. രണ്ടുപേരും തമ്മിലുള്ള കണ്ടുമുട്ടിട്ടുണ്ട്. ആലോചിച്ച് നോക്കണം, ഒരു ഒറ്റ നിമിഷം കൊണ്ട് കാമുകന്റെ നെഞ്ചിലേക്ക് വീണ് മരിച്ച ഒരു രംഗം വർണ്ണിച്ച അതേ കവി അദ്ദേഹം എന്ത് ചെയ്യാണ്, രണ്ട് ആ പേര് തമ്മിലുള്ള ശാരീരികമായിട്ടുള്ള ശക്തി ഉണ്ടല്ലോ ഇത് വർണ്ണിക്കുകയാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്നേഹത്തിന്റെ ഇനി ഇതും കഴിഞ്ഞിട്ട് താൻ ചിന്താവിഷ്ടയ സീതയിലെത്തുമ്പോഴോ രാമനോടുള്ള സീതയുടെ പ്രണയം തന്നെയാണത്. പക്ഷേ സീത അംഗീകരിക്കപ്പെടാതെ വരുമ്പോഴുള്ള അവസ്ഥ. ഇനി കരുണയിലെത്തുമ്പോഴോ മറ്റേ എന്താ പറയാ വാസവദത്തയ്ക്ക് ഈ സന്യാസിയോടുള്ള പ്രണയം തന്നെയാണത്. ആ പ്രണയം പക്ഷേ അതിനെ ഏറ്റവും കാരുണ്യത്തിലൂടെ എന്ത് ചെയ്യാണ് ഭിക്ഷു അതിനെ വേറൊരു രീതിയിലേക്ക് മാറ്റിയെടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ജാതിയെ കുറിച്ച് എഴുതിയിട്ടുള്ള ദുരവസ്ഥ എടുത്തോ, ചണ്ടാല ഭിക്ഷുകി എടുത്തോ, ഇവിടെയും ഉണ്ട് എന്ത് പ്രണയത്തിൻ്റെതായിട്ടുള്ള അംശങ്ങൾ. അസലായിട്ട് ചാത്തനും സാവിത്രിയും തമ്മിലുള്ള പ്രേമത്തെ വർണ്ണിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പുറത്ത് മാതങ്കി ആനന്ദ വിഷ്ണുവിനെ അന്വേഷിച്ചു പോകുന്നത് തന്നെ പ്രണയമാണ് ആദ്യം, പിന്നീട് അത് വേറെ തലത്തിലേക്ക് പോകുന്നു എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ കുമാരനാശാന്റെ ഏത് കവിത എടുത്താലും നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, അതിന്റെ അടിത്തറയില് ഈ മാസ്മരികത എന്ന് വേണമെങ്കിൽ പറയാം. മാത്രവുമല്ല അദ്ദേഹം പോയി കല്യാണം കഴിച്ചത് തന്റെ സ്റ്റുഡന്റിനെയാണ്. ഭാനുമതി അമ്മ ശരിക്കും അദ്ദേഹം പഠിപ്പിക്കാൻ പോയതാണ്. വളരെ വ്യത്യാസമുണ്ട് വയസ്സ്, അദ്ദേഹത്തിന്റെ വയസ്സും ഭാനുമതി അമ്മയുടെ വയസ്സും തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ട്. അങ്ങനെയാണ് പോയിട്ട് കല്യാണം കഴിക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്ന് വെച്ചാല് പ്രണയത്തിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത് അത്ര വലിയൊരു ശക്തിയാണ്. പക്ഷേ നമുക്കതൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് മനുഷ്യലോകം മോശമായി തീരുന്നതും മനുഷ്യന്മാർക്ക് തമ്മിൽ സ്നേഹമില്ലാത്തതും കൊല്ലാൻ പറ്റുന്നത്, എന്താ പറയാ കൊന്നു തിന്നാൻ പറ്റുന്നത് ഈ ഒരു അവസ്ഥയിലേക്ക് മാറുന്നത്. ശരിക്കും ഒരു കാലഘട്ടത്തിലെ പ്രണയം എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കലായിരുന്നല്ലേ പക്ഷെ ഇപ്പം എന്തെങ്കിലും ഒരു പ്രണയ നൈരാശ്യം ഇപ്പൊ ആ ഒരു പെൺകുട്ടി അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും ഒരു ആസിഡ് ഒഴിക്കാനോ അവളെ ഉപദ്രവിക്കാനോ വരെയുള്ള മാനസിക തലം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും. ഇപ്പോ നമ്മുടെ ഈ തിരുവനന്തപുരത്ത് കഷായത്തില് ഇത് കൊടുത്തൊരു പ്രേമമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, പണ്ടൊക്കെ ഒരു പെൺകുട്ടിക്ക്, സ്ത്രീ അവിടെ നിൽക്കട്ടെ, ഒരു പെൺകുട്ടിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇന്ന് എന്തുകൊണ്ടാണത്? ഇന്ന് നമ്മൾ കൂടുതൽ സ്വാർത്ഥ പൂരിതമായി തീരുകയാണ്. എന്ന് വെച്ചാൽ സ്വാർത്ഥതയാണ് നമ്മൾ നീങ്ങുന്നത്. ഇപ്പൊ മാത്രവുമല്ല, നമുക്ക് ക്ഷമ എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പോ നിന്നോട് എനിക്കിഷ്ടമാണ്, നിന്നെ കല്യാണം കഴിക്കണം എന്ന് ഒരാളോട് പറഞ്ഞാൽ, അവനെ എതിർത്താൽ ഉടൻ റിയാക്ഷനാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പണ്ടൊന്നും അങ്ങനെയല്ല. നമ്മുടെ എത്ര ഈ എന്ന് നിന്റെ മൊയ്തീൻ എന്നുള്ള സിനിമയില് ഒരു അല്ലല്ല ആ പ്രണയം മാത്രമല്ല, അപ്പുറത്ത് വേറെ ഒരാളുണ്ടല്ലോ, അവളോട് ഇഷ്ടമുണ്ടായിരുന്ന ഒരാളെ അതിൽ അവതരിപ്പിക്കുന്നുണ്ടല്ലോ. സാക്രിഫൈസ് തന്നെയാണ് പ്രണയത്തില്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഈ ബുദ്ധമതത്തിലൊരു കഥയാണ്. എന്ന് പറഞ്ഞാല് ഒരു രാജകുമാരൻ എന്നിങ്ങനെ കുതിരപ്പുറത്ത് പോണ സമയത്ത് ഒരു സന്യാസിനെ കാണും. പക്ഷെ അവളുടെ കണ്ണുകൾ അതിമനോഹരാണ്. ശരിക്കും എന്ത് ഭംഗിയാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഭംഗിയാണ്. കാരണം മറക്കണ്ട, പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറഞ്ഞ കണ്ണുകളാണ്, ഒരു സംശയമില്ല. അതാണ്, കണ്ണുകളിലാണ് നിങ്ങളുടെയൊക്കെ സൗന്ദര്യം ഇരിക്കുന്നത്. ഈ കണ്ണ് ചത്ത പോലെ ആയി കഴിഞ്ഞാൽ എല്ലാം പോയി. അതുകൊണ്ടാണ് കുമാരനാശാൻ ഈ കുപ്പിയിലിട്ട മറ്റേ മീനുണ്ടല്ലോ, ഇതുപോലെ ആയിരിക്കണം, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓടിക്കൊണ്ടിരിക്കണം ശരിക്കും. അപ്പൊ ഈ കണ്ണുകൾ കണ്ടിട്ട് രാജകുമാരന് ഭയങ്കര ഇഷ്ടമായി. രാജകുമാരൻ ഈ സന്യാസിനോട് പറയാണ്, എന്തു മനോഹരമാണ് നിന്റെ കണ്ണുകൾ, അത് ഇങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തുകയാണ്. അവളെന്താ ചെയ്തെന്നറിയോ? തൻ്റെ 2 കണ്ണുകളും ചൂഴ്ന്നെടുത്ത് രാജകുമാരൻ സമർപ്പിക്കുകയാണ്. അവിടെ എന്താണ്, ആ
സാക്രിഫൈസ് നോക്കണം. കാരണം തൻ്റെ ശരീരം, തൻ്റെ ഒരു അവയവം മറ്റൊരാളിൽ വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാനത് വേണ്ടാന്ന് വെക്കുന്നു എന്നാണ്. കാരണം ബുദ്ധ മതത്തിന്റെ അതിലുള്ളതാണ് ശരിക്കത്. കാരണം അവിടെ സാക്രിഫൈസ്, കാരണം മോഹങ്ങളെ കുറിച്ച് ഈ ബുദ്ധൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഡിസയർ ഈസ് ദ കോസ് ഓഫ് സോറോസ് ആൻഡ് സഫറിങ്സ് എന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുണ്ട് ശരിക്കും. കാരണം അത് വളരെ പ്രധാനമാണ് ശരിക്കും. പക്ഷേ ഇതിന്റെ മറുവശമാണ് ഞാൻ നേരത്തെ കുമാരനാശാനെ കുറിച്ച് പറഞ്ഞത്. കാരണം പ്രണയത്തിന്റെ എല്ലാ തലങ്ങളിലൂടെയും സഞ്ചരിച്ചിട്ടുള്ള കവിയാണ് കുമാരനാശാൻ. അതാണ് കുമാരനാശാന്റെ മഹത്വം എന്ന് പറയുന്നത്. ഇതേപോലെ വേറെ ഒരാളുടെ നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീർ നിങ്ങൾ നോക്കിക്കോ അല്ലേ. ഇപ്പൊ ഈ ബാല്യകാല സഖി മാത്രം എടുത്താൽ മതി. അത് മാത്രമല്ല കേട്ടോ, ഓരോ പുസ്തകത്തിലും ഉണ്ട് ഇതേപോലെ പ്രണയത്തിന്റെ. കാരണം കാമുകന് പുട്ടിന്റെ ഉള്ളിൽ മുട്ട വെച്ച് കൊടുക്കുന്ന കാമുകിയുമുണ്ട്. എന്ത് രസാണ് അല്ലേ എന്ന് പറഞ്ഞാൽ പ്രണയത്തിന്റെ സങ്കല്പം തന്നെ മാറ്റിയില്ലേ ശരിക്കത്. എന്ത് രസാണ് ഇതൊക്കെ. പക്ഷെ അങ്ങനെ വല്ലതൊന്നും വരുന്നുണ്ടോ? ഒന്നുമില്ല. ഇന്ന് അതൊക്കെ പോയി ആസിഡ് ഒഴിക്കുക, കൊല്ലുക, വെട്ടുക. എന്താ പറയാ, പ്രണയം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എന്നിട്ട് കുഴിച്ച് വല്ലോടത്തും കൊണ്ടൊന്ന് മൂടുക, കഷ്ണം കഷ്ണമാക്കി സഞ്ചിയിലാക്കിയിട്ട്. ആലോചിച്ചോക്ക്, ഒരു മനുഷ്യനെ, കാമുകനെ, കാമുകി അല്ലെങ്കിൽ കാമുകിയെ കാമുകൻ കൊന്ന് കഷ്ണങ്ങളാക്കി സഞ്ചിയിലാക്കി വലിച്ചെറിയുമ്പോൾ ഒരു വിഷമമില്ല നമുക്ക്. അതിപ്പോ പ്രണയം എന്ന് പറയുന്ന ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് മാറി. പ്രണയം അല്ല, ആ സാധനമില്ല. പ്രണയം എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. മാംസം, ശരീരം, അതിന്റെ സുഖങ്ങള്, അതിലേക്ക് മാത്രം. അത് മാത്രമല്ല, അത് മാത്രമാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാം. അതിനപ്പുറത്ത് ഞാൻ ഒരു കാര്യം വിചാരിച്ചാൽ സാധിക്കണം. നിനക്കത് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല. ആലോചിച്ച് നോക്കണം. നമ്മളൊരു സ്ത്രീയോട് നമ്മുടെ ഇഷ്ടം പറഞ്ഞാൽ അവളും കൂടി ഇഷ്ടപ്പെടണ്ടേ? അല്ലാണ്ട് എന്റെ ഇഷ്ടമല്ലല്ലോ അവിടെ പ്രശ്നം. അവിടെയാണ് ഈ പ്രശ്നം. കാരണം രണ്ടുപേരും കൂടി ആ ഇഷ്ടത്തിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അത് ഒന്നു ചേരുമ്പോഴാണ് അവിടെ പ്രണയം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്ത് പ്രണയാണ്? ഒരാള് ആധിപത്യം സ്ഥാപിക്കുന്നു, മറ്റൊരാൾ എപ്പോഴും എന്താ പറയാ കാലടിച്ചു കൊട്ടടിക്കുന്നു. ഇതല്ലല്ലോ പ്രണയം എന്ന് പറയുന്നത്. പ്രണയം എത്ര മഹത്തായ സങ്കല്പമാണ്. ആ സങ്കല്പത്തെ ഇന്ന് പ്രത്യേകിച്ച് മലയാളി സമൂഹം, ഞാനത് വെറുതെ പറയല്ല, അത്രയ്ക്കധികം നമ്മൾക്ക് നല്ലൊരു പ്രണയ കഥയില്ല, നല്ലൊരു പ്രണയ കവിതയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അപ്പുറത്ത് സൂഫി കവിതകൾ എടുക്കും, അല്ലെങ്കിൽ അവിടുത്തെ മറ്റു ഭാഷകളെത്തൊക്കെ കവിതകൾ എടുത്ത് നമ്മൾ ഇങ്ങനെ ഇതാക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനൊന്നും പ്രണയമില്ല. അത്രയ്ക്ക് അത് വറ്റിപ്പോയി കഴിഞ്ഞു. ഇത് വറ്റലാണ് ശരിക്കത്. നമ്മുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ജലത്തിന് പറയാനുള്ളത് എന്നുള്ള പുസ്തകത്തിൽ അത് ശരിക്കും പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ ജനിക്കണ സമയത്ത് 90% വെള്ളമാണ്. പക്ഷെ കുറച്ച് കഴിയും തോറും നമ്മളിലുള്ള ഈ ജലാംശം കുറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കൂടാതെ ശുദ്ധജലം നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് പരിപൂർണമായി ഇല്ലാതായി കഴിഞ്ഞാൽ, കാരണം നമുക്കറിയാം ഇന്ന് പൈപ്പ് വാട്ടറാണ്, മറ്റു തരത്തിലുള്ള കുഴൽ വെള്ളം നമുക്കോട് പറയില്ല. ഈ വെള്ളത്തിനൊന്നും ഒരിക്കലും നിങ്ങളുടെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ പറ്റില്ല, നിങ്ങളുടെ ജലാംശത്തെ സൂക്ഷിച്ചു നിർത്താൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ലോകത്തില് അദ്ദേഹം പറഞ്ഞ ഈ മസാറു ഇമോട്ടോ പറയുന്നത് നമ്മുടെ യുദ്ധങ്ങൾക്കും നാശങ്ങൾക്കും ഒക്കെ കാരണം ജലം നഷ്ടപ്പെട്ടു പോയതെന്നാണ്. ജലത്തിന്റെ പരിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ സ്വഭാവങ്ങളിലും മാറ്റം വരുന്നു. അപ്പോ ശുദ്ധജലം എപ്പോ നമുക്ക് കിട്ടുന്നുവോ, അത് കൂടുതൽ കുടിക്കാൻ പറ്റുന്നുവോ, അത് ശരീരത്തിന്റെ ഭാഗമായി തീരുന്നുവോ, അപ്പോൾ മാത്രമേ നിങ്ങളുടെ ശരീരത്തിലെ ജലാംശം, കാരണം ഇന്ന് നമ്മൾ ഉണങ്ങാണ്, ഇന്ന് പലപ്പോഴും കണ്ടിട്ടില്ലേ, വരൾച്ചയാണ് നമ്മുടെ പ്രണയത്തിന്, നമ്മുടെ ശരീരത്തിന്, നമ്മുടെ സ്വപ്നങ്ങൾക്ക്, മൂല്യങ്ങൾക്ക് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? നമ്മള് പറയാ വരണ്ടുണങ്ങിയ മരുഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മരുഭൂമിയാണെങ്കിലോ പച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടിട്ടില്ലേ? എന്ത് രസമായിട്ടാണ് ഇവിടെ മരുഭൂമികളെ ഒരു പച്ചപ്പാക്കാൻ. നമ്മളാണെങ്കിലോ എങ്ങനെയൊക്കെ മരം വെട്ടി ഒക്കെ നശിപ്പിച്ച് മരുഭൂമിയാക്കി മാറ്റുക എന്നുള്ളതാണ്. ആ മനുഷ്യന്റെ കൺസെപ്റ്റുകളിൽ തന്നെ സ്വാർത്ഥത, ക്രൂരത കംപ്ലീറ്റ് വന്നു കഴിഞ്ഞു ശരിക്കും. അതാണ് ഇനിയും ആ ഒരു പഴയ കാലം, ആ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു പഴയകാല ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ആ ഒരു പഴയകാലം, ഒരു ഇഴയെടുപ്പം തോന്നുന്ന പരസ്പരം അങ്ങനത്തെ ഒരു പഴയകാലം തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ പക്ഷെ? അല്ല, തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ നമ്മൾ ആദ്യം തുടങ്ങിയ സമയത്ത് കുട്ടികളുടെ വിഷയത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കാരണം ഈ ഒരു പ്രാവശ്യം APJ അടുത്ത് ഈ അഴിമതിയെ കുറിച്ച് കുട്ടികള്, അന്ന് അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയമാണ് കേട്ടോ. ഈ ഭരണതലത്തിലും മറ്റു തലത്തിലൊക്കെ അഴിമതി എങ്ങനെയാണ് നിർമ്മാർജ്ജനം ഇതാണ് ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഈ ലോകത്തില് എന്തു മാറ്റമുണ്ടാക്കാനും
നിങ്ങൾക്ക് കുട്ടികൾക്ക് സാധിക്കും. കാരണം എന്താ, ഈ തലമുറ ഇപ്പോഴുള്ള തലമുറകളൊക്കെ അവര് മാക്സിമം നശിച്ച് ചീഞ്ഞ് നാറിക്കഴിഞ്ഞു. ഇനി അവർക്കൊന്നുമില്ല ചെയ്യാൻ. കാരണം അവര് ഒരാള് 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല എന്നാണ്. അത് അങ്ങനെ തന്നെ അങ്ങോട്ട് പോകും. പിന്നെ നമുക്ക് മാറാൻ പറ്റില്ല. അതേ സമയത്ത് ഈ കുട്ടികളുണ്ടല്ലോ, ഈ യുവതലമുറയെ കുട്ടികളെ നമുക്ക് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയാൽ ഈ ലോകത്ത് ഇനിയും മാറ്റാം. ഈ ലോകത്തിലേക്ക് ഇനിയും സ്നേഹം കൊണ്ടുവരാം. ഈ ലോകത്തിലേക്ക് ഇനിയും പ്രണയം കൊണ്ടുവരാം. ഈ ലോകത്തിലേക്ക് നന്മകൾ കൊണ്ടുവരാം. പക്ഷേ നമ്മളതിന് വിചാരിക്കണം. വെറുതെ പറഞ്ഞാൽ പോരാ. അപ്പോഴും നമുക്ക് എന്ത് വേണം, മറ്റേ ഈ എന്താ പറയാ, അങ്ങനത്തെ തരത്തിലുള്ള വിദ്യാഭ്യാസം, അത്തരത്തിലുള്ള മറ്റേ കസ്റ്റമർ ലൈഫ് എന്ന് പറയില്ല, സോറി, നമ്മളെന്തായാലും പറയാ, ഈ വിൽക്കലും വാങ്ങലും മാത്രമുള്ള ഒരു സൊസൈറ്റി, ഉപഭോക്തൃ സമൂഹം. കാരണം ഇവിടെ ഇപ്പൊ അതാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ അവർ ശ്രദ്ധിക്കണം എന്താണ്, നിങ്ങളെ എങ്ങനെ ഒരു സാധനം വിൽക്കാന്നാണ്, അതെങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ വാങ്ങിപ്പിക്കാം എന്നാണ്. അപ്പൊ എന്ത് പറ്റുന്നു, ശരിക്കും വെറും കച്ചവട ലോകമായിട്ട് മാറുകയാണ്. ഇതും മാറണം. ഇതൊക്കെ മാറുമ്പോ ഈ ലോകത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, ഒരു സംശയമില്ല. പക്ഷെ നിങ്ങൾ വിചാരിക്കണം, where there is a will there is a way എന്നാണ്. ഇതല്ലാണ്ട് പറ്റില്ല. നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായാൽ, ആ ആഗ്രഹത്തെ നടത്തണമെന്ന് തീരുമാനിച്ചാൽ, നമ്മുടെ ഒറ്റയ്ക്കല്ല കേട്ടോ, എല്ലാവരിലും അത് ഉണ്ടാവണം. അങ്ങനെ ആയാൽ നമ്മുടെ ലോകം ഇനിയും മാറില്ല എന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല. നമ്മൾ ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. പ്രതീക്ഷ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അത് പോയി കഴിഞ്ഞാൽ എല്ലാം പോയി. നോക്കൂ, പക്ഷേ നമ്മളുടെ ഈ ഒരു സംസാരം ആരംഭിച്ചത് തന്നെ അധ്യാപനം, കുട്ടികൾ, നമ്മൾ പല തലങ്ങളിലൂടെ കടന്നു കഴിഞ്ഞു. അവസാനം നമ്മൾ ആ പോയിന്റിൽ തന്നെ വീണ്ടും എത്തിച്ചേർന്നു എന്നുള്ളത്. അതായത് നാളെയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ കുട്ടികളാണ്. അവരെ നല്ല രീതിയിൽ വളർത്തി അവർക്ക് നല്ല മൂല്യങ്ങൾ പകർന്നു കൊടുത്താൽ നമ്മൾ സ്വപ്നം കണ്ടിരുന്ന ഒരു പക്ഷെ നമ്മൾ കടന്നു വന്ന ഒരു പഴയ കാലഘട്ടത്തിന്റെ നന്മകള് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും എന്ന ആ ഒരു ഇതിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു എന്നുള്ളത്. അതിനിടയിലൂടെ നമ്മൾ പലതിലൂടെയും കടന്നു പോയെന്നുള്ളതാണ്. ഇനി എനിക്ക് പറയാനുള്ളത്, ഈ ഒരു 40 വർഷത്തെ പ്രവാസ ജീവിതം ഇവിടെ അവസാനിപ്പിച്ച് നമ്മുടെ പ്രിയപ്പെട്ട മാഷ് തിരിച്ച് നമ്മുടെ കേരളത്തിലേക്ക് മടങ്ങി പോവാണ്. അപ്പോൾ പ്രവാസി മലയാളികൾക്കെല്ലാം ഒരുപാട് ദുഃഖമുണ്ട് ആ ഒരു വാർത്ത കേട്ടതില്, ഒരുപാട് സങ്കടമുണ്ട്. എങ്കിൽ പോലും മാഷ് എന്താണ് നാട്ടിൽ ചെന്നിട്ടുള്ള ആ ഒരു മാഷിന്റെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എപ്പോഴും ഭാഷ വിട്ടുള്ളൊരു കളി എനിക്കില്ല. കാരണം എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഭാഷയിലൂടെ വളർന്ന്, ഭാഷയിൽ തളിർത്ത്, നമ്മൾ പറയില്ലേ, ഭാഷയിൽ പടർന്ന്, ഈ സ്നേഹമൊക്കെ എനിക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ കയ്യിൽ മലയാളം ഉള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് പ്രവാസി സമൂഹം അത്രയ്ക്കധികം എന്നെ എന്താ പറയുക, ഇപ്പൊ യാത്രയയപ്പിലൂടെ അല്ലെങ്കിൽ സ്നേഹത്തിലൂടെ ഓരോരുത്തരും, ഇവിടുത്തെ ഓരോ സംഘടനയും, കാരണം എന്താ, ഞാൻ അവരുടെ അടുത്തൊക്കെ പോവാറുണ്ട് ഞാൻ. പക്ഷെ അവിടെയൊക്കെ പോവാനുള്ള എൻ്റെ ഒരു കാരണം എന്താണ്? മലയാളമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാനത് ചെയ്യാറുണ്ട്. ഇപ്പൊ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും വെച്ചാല് ഹാർദവമായ സ്വാഗതം എന്ന് പറയുമ്പോൾ ഞാൻ പറയും, നോ, ഹാർദമായ സ്വാഗതം. അവർക്കത് ഇഷ്ടമാണ്. ഞാൻ ചീത്ത പറഞ്ഞിട്ടല്ല പറയുക, വളരെ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ, അതേപോലെ തന്നെ ഞാൻ അവരെ തിരുത്താറുണ്ട്. കാരണം അവർക്കത് ഇഷ്ടമാണ് ശരിക്കും. കാരണം ഒരു അറിയാത്തൊരു കാര്യം നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ എന്ന നിലയ്ക്ക്. അപ്പോ ഈ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എന്നെ ഇവിടെ നിർത്താനുള്ള, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കാനുള്ള, എന്നോട് ഇഷ്ടം തോന്നാനുള്ള ഒരു കാരണം എൻ്റെ മലയാളമാണ്, ഒരു സംശയവും ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഗുരുവായൂർ ഞാൻ എത്തിയാലും ആദ്യം ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, ചെന്ന വശം വൈകാതെ തന്നെ ഒരു കുട്ടികളുടെ ഒരു പുസ്തകം റിലീസ് ചെയ്യുന്നുണ്ട്. അമ്മുവിന്റെ ലോകം എന്ന് പറഞ്ഞൊരു പുസ്തകം റിലീസ് ചെയ്യണം എനിക്ക്. അതും ഒരു സ്കൂളിൽ കുറെ കുട്ടികളോട് കൂടി ചേർന്ന് അവരെ കൊണ്ട് കവിത ചൊല്ലിച്ച് പാടിച്ച് അതിങ്ങനെ രസിച്ച് അതിലൂടെ വേണം ചെയ്യണമെന്ന് ഒരാഗ്രഹം. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, മലയാളവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഒപ്പം നമുക്ക് ജീവിക്കാൻ ഒരു വരുമാനം വേണം. അതിന് ഞാനൊരു പ്ലാൻ ഇട്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്ത് ഒരു മഹേഷ് എന്ന് പറഞ്ഞിട്ടൊരു സുഹൃത്തുണ്ട്, മഹേഷ് പൗലോസ്. അപ്പൊ അവരൊരു പബ്ലിഷിംഗ് കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പബ്ലിഷിങ്ങിനോട് ബന്ധപ്പെട്ടിട്ട് പുസ്തകങ്ങൾ ഇറക്കാനും അതിന്റെ എനിക്ക് നല്ലൊരു ഓഫീസൊക്കെ തരാന്ന് പറഞ്ഞു. ഒരു വശത്ത് അത്, മറുവശത്ത് എനിക്ക് ഇടയ്ക്ക് ക്ലാസ് എടുക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഹരമാണ് ശരിക്കും. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു 3-4 ക്ലാസ്സുകൾ അവിടെ കോളേജുകളുണ്ട്, എനിക്ക് പരിചയമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട്
ആഴ്ചയിൽ ഒരു 2 ക്ലാസ് കിട്ടിയാൽ മതി. ഫുള്ള് പോവാൻ എനിക്കിനി പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാല് ആ ഒരു ലൈഫിൽ നിന്ന് ഞാൻ വിരമിച്ചു. ശരിക്കും വീണ്ടും സ്കൂളുകളിലൊക്കെ പോയിട്ട് ചേരലെളുപ്പല്ല. എന്റെ വയസ്സും അതിന് സമ്മതിക്കില്ല. വെച്ചാൽ എന്റെ ആരോഗ്യത്തിന്റെ പ്രശ്നമല്ല കേട്ടാ. അപ്പൊ പലത്തും അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആയാലും അവിടെ ആയാലും എന്റെ ജീവിതം, മുരളിമാഷ ജീവിതം ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും? മലയാളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും. പിന്നെ ഇതോടൊപ്പം തന്നെ ഗുരുവായൂരപ്പൻ അവിടെ ഉണ്ട്. അതൊരു വലിയ ശക്തിയാണ്. കാരണം ഞാൻ ഓരോ പ്രാവശ്യവും വെക്കേഷന് ഗുരുവായൂർ എത്തുമ്പോഴൊക്കെ നമ്മൾ പറയില്ലേ, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ശക്തി നമുക്ക് കിട്ടാറുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വളരെയധികം വ്യത്യസ്തനാണ് ഞാൻ. വളരെ ശാന്തമായിട്ട്, വളരെ എന്താ പറയുക, ഒരു ലാളിത്യം, ശാന്തത, മനസ്സിന് സമാധാനം, ഒരു ടെൻഷനും എനിക്ക് ഉണ്ടാവാറില്ല. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന എന്താ പറയുക വേറൊരു ശക്തിയാണ്. ഇതൊക്കെ കൂടി ചേർന്ന് ഞാൻ വീണ്ടും മലയാളത്തിലുണ്ടാവും. മലയാളവുമായിട്ടുള്ള പ്രണയം, അതൊരു പ്രണയമാണ് ശരിക്കും. മലയാളം എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ കാമുകിയാണ്. ആ കാമുകിക്ക് വേണ്ടി തന്നെ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കും, ഒരു സംശയമില്ല. അപ്പോൾ തീർച്ചയായും മാഷ് ആഗ്രഹിക്കുന്നതിലും അപ്പുറത്തെ നന്മകള് ഭഗവാൻ ഗുരുവായൂരപ്പൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന തീർച്ചയായും മാതൃഭാഷ ജീവശ്വാസമായിട്ട് കൊണ്ടു നടക്കുന്ന ആളാണ് മുരളി മാഷ്. നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. മാഷ് ആഗ്രഹിക്കുന്നതിലൊക്കെ ഉപരിയായിട്ട് മാഷ് എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് നടത്തി തരുവാനായിട്ട് ഭഗവാന്റെ കൃപയുണ്ടാവട്ടെ. തിരക്കാണ്, തിരിച്ചു പോകുവാണെന്ന്. മാഷ് നാട്ടിലേക്ക് പോകും. 31-ാം തീയതി മാഷ് നാട്ടിലേക്ക് പോവാണ്. പുതുവർഷം പുതിയ ജീവിതം ഗുരുവായൂർ. അത് തന്നെ ഒരു വലിയൊരു ഭാഗ്യമാണ് ശരിക്കും. അതോടൊപ്പം തന്നെ കൗമുദി മറ്റേ ടിവിക്ക് ഞാൻ എൻ്റെ എല്ലാ സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. ഇത്തരത്തിൽ എനിക്ക് തോന്നുന്നു ഇത്രയ്ക്കധികം മനസ്സ് തുറന്ന് എനിക്ക് സംസാരിക്കാൻ, നമ്മൾ സംസാരിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, പക്ഷെ ഇത്രയധികം വിഷയങ്ങളിലേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൽ എന്തായാലും സന്ധ്യയ്ക്കും എൻ്റെ എന്താ പറയുക നമസ്കാരം. അത്രയ്ക്കധികം ആ വിഷയം, കാരണം നമ്മളെപ്പോഴും ഒരാളെ കൊണ്ട് നമുക്ക് സംസാരിപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കഴിവാണ്. ഇതെൻ്റെ മാത്രം കഴിവല്ല, നിങ്ങളുടെയും കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ടിവിയുടെ ആ ഒരു പശ്ചാത്തലം, അവിടെ ഇരുന്നു കൊണ്ട് ഒരാളെ എന്താ പറയുക പ്രേരണകൾ, നമുക്ക് ഇൻസ്പിറേഷൻ ഉണ്ടാക്കാൻ പറ്റണം ശരിക്കും. വെച്ചാൽ ഇന്ന വിഷയം, ഇന്ന വാക്കുകൾ, അത് ചിലപ്പോൾ ഒരു വാക്ക് മതി, ചിലപ്പോൾ ഒരു സെന്റൻസ് മതി, ചിലപ്പോൾ ഒരു നോട്ടം മതി, ചിലപ്പോൾ എങ്ങനെയൊക്കെ നമുക്കത് കൊണ്ടുവരാൻ പറ്റും, അതുകൂടി വളരെ പ്രധാനമാണ്. അപ്പം അക്കാര്യത്തിൽ എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുന്നു. കൗമുദി ടിവിയോടും ഇതിൻ്റെ എന്താ പറയുക ഇത് നടത്തുന്ന അവരോടൊക്കെ എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുന്നു. വളരെ സന്തോഷം. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളെല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കും. തീർച്ചയായും മാസ്റ്റർ പ്രാർത്ഥനകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുക. ബ്ലസ്സിങ് എപ്പോഴും ഉണ്ടായിരിക്കണം. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ഇത്രയും തിരക്കിനിടയ്ക്കും കുറച്ചു സമയം നമ്മളോട് ചെലവഴിക്കാനായിട്ട് മാഷ് പറഞ്ഞപ്പോഴും ഓടി വന്നു. അതിനൊരു വലിയ പറയാൻ വരുമായിരുന്നു. എനിക്ക് വളരെ പ്രിയപ്പെട്ട കുറെ ആൾക്കാരുണ്ട്. മാഷ് പോകുവാന്ന് അറിഞ്ഞ വാർത്ത കേട്ട് ആളുടെ വണ്ടി പോലും ആക്സിഡന്റ് ആയെന്നാണ് പറഞ്ഞത്. അത്രയ്ക്ക് മാഷുമായിട്ട് ചേർന്നിരിക്കുന്ന ഒരുപാട് പ്രവാസി മലയാളികൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ മാഷ് എന്ന് പറഞ്ഞാൽ ആ ഒരു അത്രയ്ക്ക് അടുപ്പമായിട്ട് നിൽക്കുന്ന കുറെ പേരുണ്ട്. പേഴ്സണലായി തന്നെ അത്രയ്ക്കധികം സ്നേഹിക്കുന്ന, അതിൽ വിദ്യാഭ്യാസം ഉള്ളവരുണ്ട്, വിദ്യാഭ്യാസം ഇല്ലാത്തവരുണ്ട്, പഠിച്ചവരും പഠിക്കാത്തവരും, ചില വെറും എന്താ പറയുക ഹോട്ടൽ തൊഴിലാളികളുണ്ട്, അതേപോലെ തന്നെ വലിയ ഉയർന്ന തലത്തിൽ ജീവിക്കുന്നവരുണ്ട്. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ സ്നേഹത്തെയാണ് നമ്മളെയൊക്കെ ബന്ധിപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ, സ്നേഹം താൻ ജീവിതം, സ്നേഹവ്യാഹതി മരണം എന്നാണ് ആശാൻ പാടിയിട്ടുള്ളത്. കാരണം സ്നേഹമാണ് എല്ലാം, അതിലെല്ലാം ഉണ്ട് ശരിക്കും. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ സ്നേഹം എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിന് പകരം വേറൊരു വാക്കില്ല എന്നാണ് ദോസ്റ്റോവ്സ്കി പറയുന്നത്. അത് സ്നേഹമാണ്. അപ്പൊ എന്തായാലും ഈ സ്നേഹങ്ങൾക്കൊക്കെ ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കും ഈ പ്രവാസ ലോകം. കാരണം എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗം ഇവിടെയാണ്. അതെ, 40 വർഷം എന്ന് പറഞ്ഞാൽ അതൊരു അല്ലെ നമ്മുടെ ജീവിതത്തിന്റെ ആയുസിന്റെ ഒരു പകുതി. 65 വയസ്സുണ്ട് എനിക്ക്. ഇതിൽ 40 വയസ്സ് പോയി എന്ന് പറഞ്ഞാൽ ആ പോയിന്ന് ഞാൻ പറയില്ല കേട്ടോ ഒരിക്കലും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള സ്ഥലമാണ് അത്. ഞാൻ അത്രയധികം സ്നേഹിക്കുന്നു. കാരണം ഇവിടെ വരുമ്പോ കിട്ടുന്ന ഒരു വൈബ് സ്വാതന്ത്ര്യവും അല്ലെ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ദുബായ് എന്നല്ല ഈ ഭരണാധികാരികളോട് നമ്മൾ വളരെയധികം കടപ്പെട്ടിരിക്കുന്നതാണ്. നമ്മൾക്ക് ഒരു കിട്ടുന്ന സ്വാതന്ത്ര്യം, സ്നേഹം അല്ലെ. തീർച്ചയായിട്ടും. മാത്രമല്ല ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയ കവികളിൽ ഒരാളാണ് ഡോക്ടർ ഷിഹാബ് ഖാനി.
അദ്ദേഹവുമായിട്ട് വളരെ അടുത്ത ബന്ധം തന്നെയുണ്ട് ശരിക്കും. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ മറ്റേ ഈ ജുമൈലയിലുള്ള വീട്ടിൽ പോവാറുണ്ട്, ഇരിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അദ്ദേഹം കവിതകൾ എനിക്ക് വിവർത്തനം ചെയ്യാൻ തന്നിട്ടുണ്ട്. ഞങ്ങൾ ഇരുന്നിട്ട് പലപ്പോഴും ഓരോ ലാസ്റ്റ് ബുക്ക് ഫെയറിൽ വരെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളുടെ ഒരു വിവർത്തനം ഒരാൾ ചെയ്തപ്പോൾ അന്ന് ഇതേപോലെ എനിക്ക് അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രസംഗിക്കാൻ പറ്റി. ഇംഗ്ലീഷിലാണ് ഞാനന്ന് പ്രസംഗിച്ചത്. അദ്ദേഹത്തിന് അത് ഭയങ്കര ഇഷ്ടമായി. എന്നിട്ട് പറഞ്ഞു വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഞങ്ങളിങ്ങനെ കാണുമ്പോഴൊക്കെ, എപ്പോൾ കണ്ടാലും എവിടെ വെച്ച് കാണുമ്പോഴും എനിക്ക് ചിലപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റാറില്ല. ഞാനിപ്പോൾ ദുബായിൽ നിന്ന് ഷാർജയ്ക്ക് പോയപ്പോൾ പഴയ പോലെ പോകാൻ പറ്റാറില്ല. പക്ഷേ അദ്ദേഹം എന്നെ ഇതേപോലെ തന്നെ മറ്റു കവികളുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അത്രയ്ക്ക് സ്നേഹമാണ് കേരളത്തോട്, അത്ര സ്നേഹമുള്ള ഒരാളാണ്. കേരളം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ജീവനാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. അക്കാഡമിയിൽ വന്ന് അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്, തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ. അപ്പൊ അത്രയ്ക്ക്, അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ബന്ധങ്ങൾ എന്ന് പറയുന്നത് ചെറിയ കാര്യങ്ങളല്ല. നമ്മളെപ്പോഴും അത് സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇതങ്ങനെ ഒന്നുമില്ല. സ്നേഹമാണ് ഏറ്റവും വലുത്. അപ്പൊ ആ സ്നേഹം തന്നെ എല്ലാവരിലും നിറയട്ടെ എന്ന ആഗ്രഹത്തോടു കൂടി തന്നെ ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്.